ആത്മാവിന്റെ സംഗീതം അവസാന ഭാഗം. രചന വസീം അക്രം. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ജോണച്ചൻ വന്ന കാരണം അവളൊന്ന് പുറത്തിറങ്ങി. രണ്ടാളുടെയും സംസാരം കഴിയാൻ സമയമെടുക്കും. കൈ ഇപ്പോൾ കുഴപ്പമില്ല, കാലിന് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. നീ എന്തായാലും അടുത്ത ആഴ്ച മുതൽ സ്കൂളിൽ പോകണം. ജോൺ സഹായത്തിന് ഒരാൾ ഏർപ്പാടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോഫി ഷോപ്പിൽ അവളെ കാത്തിരിക്കുന്ന രാമേട്ടനെ കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു. തിരികെ ഒരു പുഞ്ചിരി ലഭിച്ചുവെങ്കിലും മുഖത്ത് നിറഞ്ഞ ഗൗരവമായിരുന്നു. ഞാൻ വൈകിയ ജോനെ തനിച്ചാക്കി വരാൻ പറ്റില്ലല്ലോ. ഞാൻ കാണണമെന്ന് പറഞ്ഞ എന്തിനാണെന്ന് അറിയാലോ. മോള് ചോദിച്ച കാര്യത്തിനെ കുറിച്ച് പറയാൻ. അത് കേട്ടതും അവളുടെ കണ്ണുകൾ തിളങ്ങി. അപ്പിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന് പറയണ്ട. എന്തിൻ്റെയും തുടക്കം ദാസിൽ നിന്നാ. പണ്ട് ആന്റണി മുതലാളി ആഗ്രഹിച്ച ഒരു പ്രൊജക്ട് ദാസിന് കിട്ടിയത് മുതൽ അയാളോടൊരു വല്ലാത്ത പകയുണ്ടായിരുന്നു മുതലാളിക്ക്. ആ പക തന്നെയാ കാര്യങ്ങൾ ഇവിടെ വരെ എത്തിച്ചു. ഒരു ബിനാമിയിലൂടെ മുതലാളി അത് സാധിച്ചെടുക്കുകയും ചെയ്തു. ആ ബിനാമിയെ കുറിച്ച് രാമേട്ടൻ അറിയില്ലേ? അഭിമോളെ, മോളോട് എനിക്കൊരു ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ മോൾക്കൊന്നും വരരുത്. ഒരു ദോഷമെന്ന് തന്നെയാ എനിക്ക്. പക്ഷെ ഞാൻ വിളിപ്പിച്ച ഇത് പറഞ്ഞ മോളെ സഹായിക്കാനല്ല, മറിച്ച് ഒരു താക്കീത് തരാനാ. അവളുടെ നെറ്റി വിളിഞ്ഞ്. ദാസിന്റെ കുടുംബത്തിൽ ഇന്ന് ആരും തന്നെ ബാക്കിയില്ല. തിരക്കിപ്പോയ വക്കീലിന്റെ ഗതി അറിയാലോ. നിന്റെ ഭർത്താവിന്റെ ബന്ധുവായിരുന്നില്ല ആ സ്ത്രീ. കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. ആവശ്യമില്ലാത്ത പണിക്ക് വെറുതെ നിൽക്കണ്ട. അതാ പയ്യനോട് കൂടെ പറഞ്ഞേക്ക്. നിങ്ങളെന്നല്ല, ദൈവം തമ്പുരാൻ നേരിട്ടിറങ്ങി വന്നാൽ ആന്റണിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതും പറഞ്ഞ പുച്ഛത്തോടൊരു ചിരിയും ചിരിച്ച് അയാൾ അവിടെ നിന്ന് പോയി. എല്ലാം കേട്ട് നിശ്ചലമായ അവൾ അവിടെ തന്നെ ഇരുന്നു. അപ്പൊ അയാൾ അത്ര പാവമൊന്നുമല്ല. മനുഷ്യരാരും അത്ര പാവങ്ങളല്ല ലില്ലി. നീ ഇപ്പൊ കാര്യങ്ങൾ അയാളോട് ചോദിക്കേണ്ടായിരുന്നു. ഇതിപ്പോ അയാൾ ആന്റണിയോട് പോയി പറയില്ലേ? രാമേട്ടൻ എന്നോട് വലിയ കാര്യ. പിന്നെ സത്യം അതാണല്ലോ ഇപ്പൊ കണ്ടത്. പറയട്ടെ, ഞാൻ ഈ കേസിനെ കുറിച്ച് എനിക്ക് അറിവുണ്ടെന്ന് രാമേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി അയാളിപ്പോൾ ഒരാൾക്ക് അത് ഊഹിച്ചെടുക്കാവുന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഞാനൊരു ചാൻസ് എടുത്താ ആ മാധവൻ നമ്പ്യാരെ കുറിച്ച് എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ശ്രമിച്ചതാ. അയാളിപ്പോൾ എവിടെയാണെന്നുള്ളതിൽ ഒരു അറിവുമില്ല. 3 വർഷങ്ങൾക്ക് മുമ്പ് അയാൾക്കൊരു ആക്സിഡന്റ് പറ്റി. മോൻ അതിൽ മരിച്ചു. അതോടെ അയാൾ തളർന്നു. അതിനുശേഷം മോളുണ്ടായിരുന്ന വീടൊക്കെ വിറ്റ് അയാളുമായി എങ്ങോട്ടോ പോയി. ഇപ്പോൾ ഒരു അറിവുമില്ല. ഈ ആന്റണി തന്നെയാ ആ വീട് വാങ്ങിച്ച് അതും ചുളുവിലൊക്കെ തട്ടിയെടുത്തു എന്ന് വേണം പറയാൻ. അതിന് പിന്നിലെ അയാൾ തന്നെയാവും. നയോമയുടെയും ദാസിന്റെയും കൈവശമുണ്ടായിരുന്ന ഡോക്യുമെന്റ് മിസ്സിങ്ങാ. അതെല്ലാം അന്ന് തന്നെ അവർ നശിപ്പിച്ച് കാണും. അതിങ്ങനെ എളുപ്പമാവും. അതിന് ദാസിന്റെ കമ്പനിയിൽ ആരെങ്കിലും സഹായിക്കണ്ടേ? തീർച്ചയായിട്ടും ആ സ്ഥാപനം അന്നേ അടച്ചുപൂട്ടിയതാ. ജപ്തിയാവും ചെയ്തു. ഒന്നിൽ കൂടുതൽ ചതിയന്മാരുണ്ടായിരിക്കണം, അല്ലാതെ പറ്റില്ല. അന്നത്തെ ജീവനക്കാർ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഉള്ളവരാണെങ്കിൽ ഇന്ന് പല ഭാഗങ്ങളിലേക്കും ആയിട്ടുണ്ട്. പക്ഷെ ശ്രദ്ധാപൂർവം മാത്രമേ ആ വഴി നീങ്ങാൻ കഴിയൂ. കാരണം ആർക്ക് വിശ്വസിക്കാം ആർക്ക് വിശ്വസിക്കരുതെന്ന് നമുക്കറിയില്ലല്ലോ. ഇനിയിപ്പോൾ എന്താ പ്ലാന്? ലില്ലി ചോദിച്ചു. ഡോക്യുമെന്റ് എന്തെങ്കിലും ഒരു പക്ഷേ അയാൾ നശിപ്പിക്കാതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങി കളിക്കാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ ആന്റണിയുടെ ഓഫീസിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തിന്? ഒരു ഞെട്ടലോടെ ലില്ലി അവളോട് ചോദിച്ചു. അപ്പോഴൊരു ഭയം ലില്ലിയുടെ മുഖത്തുണ്ടായിരുന്നു. എൻ്റെ അനിയനെ ഒന്ന് കാണാനേ, തമാശ രൂപത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ. ഇത് അപകടം പിടിച്ച കളിയാട്ടോ അബി. ആ കളിയാണ് എനിക്കിപ്പോൾ ഇഷ്ടം. പിന്നെ ഞാൻ ശ്രദ്ധിച്ചോളാം ലില്ലി ടീച്ചറെ. ശരി, ഞാൻ സാറിനെ കണ്ടിട്ട് ഇറങ്ങാം. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം എല്ലാം ഒന്നിലേയും തുടങ്ങാം. പിള്ളേരെ പഠിപ്പിക്കാനൊക്കെ ഉണ്ടേ. ഒരുത്തരാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ട്യൂഷനിൽ പരീക്ഷയാ. താനിച്ചായ ഒരു വക പഠിക്കില്ല ചെക്കൻ. അത് കേട്ടത് അവളൊന്ന് ചിരിച്ചു. ശേഷം രണ്ടുപേരും ജോനാഥൻ കിടക്കുന്ന റൂമിലേക്ക് പോയി. വാതിൽ തുറന്നു. രോഗിയെ കാണാൻ വന്നിട്ട് രോഗിയെ തനിച്ചാക്കി രണ്ടും കൂടി നല്ല വർത്താനം പറയാൻ പോയതായിരുന്നു അല്ലയോ? ജോന തമാശയോടെ പറഞ്ഞു. രോഗിക്കുള്ളതാ ഈ ഫ്രൂട്ട്സ്. അവൾ മേടിച്ചുകൊണ്ടെന്ന ഓറഞ്ച് ആപ്പിളടങ്ങിയ കവർ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു ലില്ലി. പിന്നെ എന്തൊക്കെയോ കളിതമാശകൾ പറഞ്ഞിട്ടാണ് ലില്ലി ടീച്ചർ അവിടെ നിന്നും പോയത്. ഓഫീസിൽ ചെന്നപ്പോൾ എല്ലാവരും പരിചയഭാവമുള്ളവർ. അവളെ നോക്കി ചിരിച്ചു. മാനേജർ റൂമിന് പുറത്ത് അനുവാദത്തിനായി കാത്തിന്ന് അനുവാദം കിട്ടിയപ്പോൾ ഡോർ നോക്ക് ചെയ്ത് അകത്തേക്ക് കയറിയ ആളെ കണ്ടതും ആപ ഞെട്ടി. ചേച്ചിയോ? നീ എന്താ ഇവിടെ? എൻ്റെ അനിയനെ കാണാൻ വീട്ടിൽ വന്നാ നീ എന്നെ പൂട്ടിയിട്ടാലോ? ഇത്രയും നാൾ ഞാൻ കൊള്ളരുതാത്തവനായിരുന്നല്ലോ. എൻ്റെ കല്യാണത്തിന് നീ വരുന്ന് ഞാൻ വെറുതെങ്കിലും ആശിച്ചിരുന്നു. എൻ്റെ ഭർത്താവ് ആക്സിഡന്റ് ആയിട്ട് കിടക്കുക. ഈ ചേച്ചി ചത്തോ അതോ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാനെങ്കിലും ഒന്ന് വിളിക്കാൻ എനിക്ക് തോന്നിയില്ലല്ലോ. ജീവനോടുണ്ടെന്നറിയാം. ഓ ഭാഗ്യം. ചേച്ചി, നിന്റെ ഇമ്മാതിരി വർത്താനം എന്നെ വല്ലാതെ ഇറിറ്റേറ്റ് ആക്കുന്നുണ്ട്. അവരൊരു അസ്വസ്ഥയോടെ പറഞ്ഞു. ഞാൻ പോകുന്നു. നിന്നെ രക്ഷിക്കാൻ ഇനി നിനക്കേ പറ്റൂ. തിരിച്ചു വരാൻ കഴിയാത്ത വിധം തെറ്റിലേക്ക് പോകരുത്. അത്രയും പറഞ്ഞുകൊണ്ട് പോകാനായി തിരിഞ്ഞു. ഡോറ് നോക്ക് ചെയ്ത് അവിടേക്ക് ജെനി കയറി വന്നു. അബിയെ കണ്ടത് അവിടെ മുഖമിടന്നു. ആ ചേച്ചി ഇതെപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. അബി അവൾക്ക് മറുപടി കൊടുത്തു. ഇത് കണ്ടു നിൽക്കുന്ന ആബയിൽ അവരെ നോക്കിയിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോയി. സോറി ചേച്ചി, ജെനി പറഞ്ഞതും ഒരു സംശയത്തോടെ അബി അവളെ നോക്കി. അന്നവിടെ പൂട്ടിയിട്ടതിന് ചേച്ചിക്കറിയാലോ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതും പറഞ്ഞ അവൾ വിതുമ്പി. അബി അവളെ മാറോട് ചേർത്ത് പിടിച്ചു. സാരല്ലേ ജെനി, എൻ്റെ അനിയനെ എന്നോടില്ലാത്ത പരിഗണന നിനക്ക് എന്നോടുണ്ടെന്ന് എനിക്കറിയാം. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ഞാൻ അറിഞ്ഞിരുന്നു. സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്ത് എന്തായാലും നന്നായി. അവളൊന്ന് പുഞ്ചിരിച്ചു. ആബയെ കാണാൻ വന്നാണ് ചേച്ചി? അപ്പോഴാണ് അനുവാദം ചോദിച്ചൊരു ചെറുപ്പക്കാരൻ അകത്തേക്ക് വന്ന് അവളെ കണ്ടത് ആ മുഖത്തൊരു അമ്പരപ്പുണ്ടായി. ആബിൽ സാറ്?
ആപ പുറത്തേക്ക് പോയല്ലോ ജീവ. ചേച്ചിക്ക് സുഖാണോ? ഒരു മങ്ങിയ ചിരിയോടെ ജീവൻ ചോദിച്ചു. മനസ്സിലൊരു ഭാരം തോന്നി തനിക്ക്. അനിയനെ പോലെ തന്നെയാണ് ആബയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ജെനി ജീവന്റെ കൂട്ടുകാരിയായിരുന്നു. അങ്ങനെയാണ് ആബയും ജെനിയും അടുക്കുന്നു. അവരുടെ പ്രണയത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതും ജീവനാണ്. അപ്പൊ ശരി, ഞാൻ പിന്നെ വരാം പറഞ്ഞിട്ട് അവൾ അവിടുന്ന് ഇറങ്ങിയിരുന്നു. ജീവ, അവളുടെ വിളി കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. ജീവ, നീ എന്താ എന്നെ കണ്ടിട്ടൊന്നും മിണ്ടാതെ പോകുന്നു? നിനക്ക് എന്നോട് എന്തെങ്കിലും പിണക്കമുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല ചേച്ചി. പിന്നെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞെന്നറിഞ്ഞു. നിന്നെ വിളിക്കാതിൽ എന്നോട് പരിഭവമുണ്ടോ? ആബയില്ലാത്ത കല്യാണത്തിന് നിന്നെ വിളിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഏയ്, എനിക്കൊരു പിണക്കമില്ല ചേച്ചി. പിന്നെ സാറും ചേച്ചി തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആബ ആകെ മാറിപ്പോയി ജീവ. അവനിപ്പോൾ ഈ ചേച്ചിയെ വേണ്ട. ഒരു വരണ്ട ചിരിയോട് അവൾ പറഞ്ഞു. ആബിൽ സാർ ആളാകെ മാറി ചേച്ചി. നീ എപ്പോൾ മുതലാടാ അവനെ സാറിന്ന് വിളിക്കാൻ തുടങ്ങി? ഞാൻ എൻ്റെ സ്ഥാനം അറിഞ്ഞുകൊണ്ട് പെരുമാറേണ്ട ചേച്ചി. ഞങ്ങൾക്കിടയിൽ ഇപ്പോൾ വലിയൊരു അകലമുണ്ട്. എന്ത് ചെയ്യാനാ ജീവ? അവൻ കൊച്ചു കുഞ്ഞൊന്നല്ലല്ലോ. ഒരു ചേച്ചി എന്ന നിലയിൽ പറയാവുന്ന ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനിയെല്ലാം കർത്താവിന് വിടാം. പണത്തിന് മുന്നിൽ ഇതിനൊക്കെ എന്ത് പ്രസക്തി? സത്യം പറഞ്ഞാൽ എനിക്ക് മടുത്തു ചേച്ചി. മറ്റൊരു ജോലി നോക്കുന്നുണ്ട്. അത് ശരിയായി ഞാൻ അവിടുന്ന് പോവും. ഒരു വിഷമത്തോടെ അവൾ അവനെ നോക്കി. ചേച്ചിയെ ഞാൻ അന്നും ഇന്നും സ്വന്തം ചേച്ചിയായിട്ട് തന്നെ കണ്ടിട്ടുള്ളൂ. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ചേച്ചിക്ക് എന്താ ആവശ്യം വന്നാലും എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാൻ കേട്ടോ. അതിനൊന്ന് അവൾ ചിരിച്ചു. ശേഷം, എനിക്ക് എന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അത് ഇവിടെ വെച്ച് വേണ്ട, പിന്നീട് പറയാം. എന്നാ ഞാൻ പൊക്കോട്ടെ പറഞ്ഞുകൊണ്ട് അവൾ അവനെ ചേർത്ത് പിടിച്ചു. അപ്പോൾ നീയെല്ലാം ജീവനോട് പറഞ്ഞു? അങ്ങനെ എല്ലാം വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. മാധവ് നമ്പ്യാർ ദാസ് ഇവരെ കുറിച്ചൊക്കെ പറഞ്ഞു. ആ ഓഫീസിൽ തന്നെ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. അതിന് ജീവൻ ഹെൽപ്പ് ചെയ്യും. അതിലുള്ള റിസ്ക് നിനക്ക് അറിഞ്ഞൂടെ? ജോനാഥൻ അവളോട് ചോദിച്ചു. അറിയാം, ബട്ട് അത് വിചാരിച്ചിരുന്നാൽ പറ്റില്ലല്ലോ. അത് കേട്ടതും ജോനാഥൻ അവളുടെ കൈ മുറുകെ പിടിച്ച്. പെട്ടെന്നെല്ലാം കലങ്ങി തെളിയണമെന്ന ഉദ്ദേശം മാത്രമേ നിനക്കുള്ളൂ എന്നറിയാം. എങ്കിലും എടുത്തിയാടിയൊന്നും ചെയ്യരുത് കേട്ടോ. പിറ്റേ ദിവസം രാത്രി വല്ലാത്തൊരു പരിഭ്രമത്തോടെയാണ് അബി ജീവനോടൊപ്പം ഓഫീസിലേക്ക് കയറിയത്. ഇന്ന് ആന്റണി ആബയും തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുകയാണ്. സമയം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. ഓഫീസിൽ അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ട പണിയുണ്ട് ജീവന്. അവിടെ അവനല്ലാതെ മറ്റാരുമില്ല. ഇത് തന്നെയാണ് പറ്റിയ അവസരം. സെക്യൂരിറ്റിയുടെ കണ്ണുവെട്ടിച്ചാണ് അവൾ അകത്ത് കടന്ന്. CCTVയുടെ കാര്യം അവൻ നോയിക്കൊള്ളാമെന്ന് ഏറ്റിട്ടുണ്ട്. MDയുടെ ക്യാബിനിലേക്ക് അവൾ കടന്നു. ഇപ്പൊ കൈയും കാലും എല്ലാം വിറക്കുന്ന പോലെ ജീവൻ അവന്റെ ജോലി ആരംഭിച്ചു. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാത്ത പോലെ അവൾ അവിടെ നിന്നു. പെട്ടെന്ന് പുറത്തൊരു കാറിന്റെ ശബ്ദം കേട്ടവൾ ഞെട്ടി. അവിടെ നിന്ന് ഇറങ്ങി ഓടി വാഷ്റൂം ഏരിയയിലേക്ക്. പെട്ടെന്നൊരു കൈ വന്ന് അവളെ പുറകിൽ നിന്ന് അകത്തേക്ക് തള്ളി. ശേഷം ആ ഡോർ അവൾക്ക് മുമ്പിൽ അടയപ്പെട്ടു. ആ ഇരുട്ടിലൊന്ന് ശബ്ദിക്കാൻ പോലും ആവാതെ അവൾ കൈകൾ വായിലമർത്തി. അവൾക്ക് മുമ്പിൽ തല താഴ്ത്തി നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ജാളിത തോന്നി. ജെനി തന്നെയാണ് ആ നിശബ്ദയെ തകർത്തത്. ഇന്നലെ നടന്നതിനെ കുറിച്ച് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഒരു കാര്യമില്ലാതെ. അതും ആ സമയത്ത് ചേച്ചി എന്തായാലും ഓഫീസിൽ വരില്ലല്ലോ. ചേച്ചിയുടെ ഭാഗ്യം കൊണ്ടോ കർത്താവിന്റെ കാവലോ എന്തോ. അതുകൊണ്ടാ ചേച്ചി എന്റെ കൺമുമ്പിൽ തന്നെ പെട്ടത്. അതുകൊണ്ട് ആ വാഷ്റൂമിലേക്ക് ചേച്ചി ഞാൻ തള്ളി പൂട്ടിയിട്ട്. അല്ലായിരുന്നെങ്കിൽ ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്താകുമായിരുന്ന അവസ്ഥ. പപ്പയുടെയും ആബയുടെയും കണ്ണിപ്പെട്ടിരുന്നെങ്കിൽ. ചേച്ചിയോട് തെറ്റിയെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. പറ, എന്താണ് കാര്യം? ഞാൻ എന്താ ജെനി നിന്നോട് പറയേണ്ടത്? നിന്റെ പപ്പയ്ക്കെതിരെയുള്ള തെളിവ് കണ്ടുപിടിക്കാനാണ് ഞാനിവിടെ വന്നതെന്നോ? അതോ മരിച്ചുപോയ കുറേ മനുഷ്യരുടെ നീതിക്ക് വേണ്ടിയാണ് ഞാൻ വന്നതെന്നോ? ഞാൻ എന്താ മോളെ നിന്നോട് പറയേണ്ടത്? ഒരു നിസ്സായതയോടെ ചോദിച്ചു. അത് കേട്ടപ്പോൾ ജെനിയുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്കറിയാം ചേച്ചി, എൻ്റെ പപ്പ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെന്ന്, ഇപ്പോഴും ചെയ്യുന്നുണ്ടെന്ന്. പപ്പയ്ക്കെല്ലാം പണമാണ്, മമ്മിയും എല്ലാത്തിനും സപ്പോർട്ടാണ്. ആബയെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ ഇവിടെയും ഞാൻ തോറ്റുപോയി. അവനിപ്പോൾ കാശി എന്നൊരു വിചാരമേ ഉള്ളൂ. എനിക്ക് ശരിക്കും മടുത്തു ചേച്ചി. ജെനിക്കറിയല്ലേ, നിന്റെ പപ്പ ചെയ്തു കൂട്ടിയിരിക്കുന്ന അത്രയും വലിയ തെറ്റുകളാ. അതിൻ്റെ ശിക്ഷ ഇന്നല്ലെങ്കിൽ നാളെ തേടി വന്നിരിക്കും. ആബയെങ്കിലും തിരിച്ചു വിളിക്കണം. അതിന് നീ കൂടി ശ്രമിക്കണം. എല്ലാത്തിൽ നിന്നും മാറി നിന്നിട്ടൊരു കാര്യമില്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാൻ പോവാ ചേച്ചി. ചേച്ചി അന്വേഷിക്കുന്ന എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ചേച്ചിക്ക് എന്ത് സഹായത്തിന് ഞാൻ കൂടെ ഉണ്ടാവും. എനിക്ക് വേണ്ട വർഷങ്ങൾക്ക് മുന്നേയുള്ള ചില രേഖകളാണ്. ചേച്ചി ഞാൻ സഹായിക്കാം. പക്ഷേ ഇന്നലെ ചെയ്തു വെള്ള മണ്ടത്തരങ്ങൾ ഇനി ചേച്ചി ചെയ്യരുത്. പിന്നെ ജീവൻ, അവനിതിൽ കൂട്ടരുത്. അവനൊരു പാവ. എങ്ങാനും പപ്പ അറിഞ്ഞ് അവനെ വെച്ചേക്കില്ല. ശരിയാ ജെനി, ജീവൻ ഇനി ഞാനിതിലേക്ക് വലിച്ചിഴക്കില്ല. ജെനിയൊന്ന് മൂളി. ശേഷം കണ്ണു രണ്ടും അമർത്തി തുടച്ചു. ചേച്ചിക്ക് വേണ്ട എന്തായാലും അത് ഓഫീസിൽ കാണാൻ കഴിയില്ല. അതിന് ചാൻസ് വേറൊരിടത്താ. അതെവിടെ? അബിയുടെ നെറ്റി വിളിഞ്ഞു. പപ്പയുടെ തന്നെ ഒരു വീടാണ്. ഇടയ്ക്കൊക്കെ അവിടെ പോയി താമസിക്കാറുണ്ട്. പപ്പയുടെ പല സീക്രട്സ് അവിടെയുണ്ട്. അവിടുന്ന് ചിലപ്പോൾ ചേച്ചി അന്വേഷിക്കുന്ന പലതും കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതിന് ചേച്ചി കുറച്ച് നാൾ ക്ഷമിച്ചേ പറ്റൂ. പറ്റിയൊരു അവസരം വരുമ്പോൾ ഞാൻ തന്നെ ചേച്ചി അവിടെ കൊണ്ടുപോവാം. ജെനിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവൾക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഇന്നലെ അവളാണ് തന്നെ അത്തരമൊരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ച്. പ്ലാസ്റ്റർ റിമൂവ് ചെയ്ത ശേഷം ഇന്നാണ് ജോനാഥൻ തിരിച്ച് ജോലിക്ക് പോകുന്നത്. അതിൻ്റെ ഉത്സാഹം കാണാനുണ്ട് അവനിൽ. പിള്ളേരൊക്കെ ഇന്ന് തന്നെ കണ്ടിട്ട് തുള്ളിച്ചാണു. ഈ മാത്സ് ടീച്ചർ അത്രയും കുറച്ച് സഹിച്ചാൽ മതിയല്ലോ. പാവം പിള്ളേര്. അതെ, നിങ്ങളെന്തിനാ അതോർത്ത് ഇത്രയും വിഷമിക്കുന്നത്? ആൾ കുറച്ച് ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു. അവരെന്നോടല്ലേ പരാതി പറയുന്നത്? ആർക്ക് പരാതി? എന്നോട് പറയും. എല്ലാത്തിൻ്റെയും പരാതി ഞാൻ തീർത്തു കൊടുക്കാം. എൻ്റെ പൊന്നെ, ഞാനൊന്നും പറഞ്ഞില്ല. ഇനി അതാലോചിച്ചിരിക്കാനും പിള്ളേരുടെ പുറത്ത് ചെണ്ടോട്ടാനും പോകണ്ട. പിന്നെ അബി, നമുക്കിടം വരെ പോകണം.
എവിടെ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. കുറച്ച് ദൂരെയാണ്, ലീവ് എടുക്കാൻ പറ്റില്ല, നമുക്ക് ഞായറാഴ്ച പോവാം. അവൻ പറഞ്ഞ ശരിയെന്ന തരത്തിൽ അവൾ തലയാട്ടി. ഒരാഴ്ചയ്ക്ക് ശേഷം. ഇതാണ് വീട്. ഒരു വീട് ചൂണ്ടിക്കാണിച്ച് ജോനാഥൻ പറഞ്ഞു. ഇനിയെങ്കിലും പറയൂ ജോന, ഇത് ആരുടെ വീടാ? മാധവൻ നമ്പ്യാരുടെ. കേട്ടത് അവളൊന്ന് ഞെട്ടി. ശരിക്കും ഇത് അയാളുടെ വീടാണോ? അയാളും അയാളുടെ മോളിപ്പോൾ ഇവിടെയാണ് താമസം. പറഞ്ഞുകൊണ്ട് ജോനാഥൻ കോളിംഗ് ബെല്ല് അമർത്തി. കുറച്ച് സമയത്തിന് ശേഷം വാതിൽ തുറന്ന് ഏകദേശം 30 പ്രായമുള്ള ഒരു യുവതി ഞങ്ങളെ മനസ്സിലാവാതെ നോക്കി. ആരാ? മനസ്സിലായില്ല. ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് വരിക. മാധവൻ ചേട്ടൻ. ആ, കയറിയൊരു ഇരിക്കി. അവിടെയുള്ളൊരു സോഫ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ യുവതി പറഞ്ഞു. അച്ഛനെങ്ങനെയാ പരിചയം? അവർ തിരക്കി. എൻ്റെ പേര് ജോനാഥൻ ജേക്കബ്, ഇതെൻ്റെ ഭാര്യ അബിഗയിൽ. എന്നെ പണ്ട് നിങ്ങളുടെ അച്ഛൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ചൊരു വിവരം കിട്ടിയില്ല, അതാ വരാൻ വൈകിയത്. ഞാൻ കുടിക്കാനെടുക്കാം. അയ്യോ, ഒന്നും വേണ്ട, ഞങ്ങൾക്ക് മാധവൻ ചേട്ടനൊന്ന് കണ്ടാൽ മതി. അച്ഛനുള്ള മുറി ഞാൻ കാണിച്ചു തരാം, വന്നോളൂ. ആ മുറിയിലേക്ക് കടന്നു കിടക്കയിലിരിക്കുന്ന ആ വൃദ്ധനെ കണ്ടു. അയാൾക്ക് ഒരുപാട് പ്രായമുള്ള പോലെ. അച്ഛാ. ആളുടെ വിളി അയാൾ കേട്ടതായി തോന്നിയില്ല. അയാൾ വിദൂരതയിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. ശേഷം അയാളുടെ മകൾക്കൊപ്പം ഞങ്ങളും അകത്തേക്ക് കയറി. അയാൾക്ക് അഭിമുഖമായി നിന്നു. അയാൾ ഒരു നിമിഷം ഞങ്ങളെ സംശയത്തോടെ നോക്കി. വീണ്ടും വിദൂരതയിലേക്ക് തന്നെ നോക്കിയിരുന്നു. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഒന്നും ഓർമ്മയില്ല. ആ ആക്സിഡൻറ്റ് എൻ്റെ അനിയൻ പോയി. അച്ഛൻ്റെ ഒരു കൂട്ടുകാരന് അയാൾ പറഞ്ഞ പൈസക്ക് വീണ സ്ഥലം കൊടുക്കേണ്ടി വന്നു. കഷ്ടകാലാകുമ്പോൾ എല്ലാം കൂട്ടത്തോടെയല്ലേ വരും. എൻ്റെ ഭർത്താവ് വേറെ പെണ്ണിൻ്റെ കൂടെ പോയി. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി അച്ഛനെ ചികിത്സിച്ചു. അച്ഛൻ എഴുന്നേറ്റപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ ആ സന്തോഷം പോലും അധികമില്ലായിരുന്നു. അടുത്തു ഞങ്ങൾ തേടിയെത്തി, അൾഷിമേസിൻ്റെ രൂപത്തിൽ. പറഞ്ഞു തീർന്നപ്പോൾ അവർ കണ്ണു തുടച്ച് അബി അവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. അച്ഛൻ തിരക്ക് അങ്ങനെ ആരും വരാറൊന്നുമില്ല. ഞങ്ങൾ ഇവിടെയാണെന്ന് ആരോടും അറിയിച്ചിട്ടില്ല. എല്ലാം വിധി. അവരൊരു നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി. ഞങ്ങൾ ഇറങ്ങാൻ നേരം ജോൻ അവർക്ക് കുറച്ച് പണം നൽകി. അയ്യോ, ഇതൊന്നും വേണ്ട പറയുമ്പോൾ അവർ വല്ലാതായി. ചേച്ചി ഇത് വാങ്ങണം. ഇത് മാധവിട്ട് എനിക്ക് നൽകിയ പണം തന്നെയാണ്. ഇത് തരാൻ വേണ്ടിയാ ഞാൻ ഇത്രയും നാൾ നിങ്ങൾ അന്വേഷിച്ചത്. അവിടെ ഉണ്ടായിരുന്ന സാഹചര്യം അവരെ ആ പണം വാങ്ങാൻ നിർബന്ധിതയാക്കി. അവിടുന്ന് ഇറങ്ങുമ്പോൾ അവളിൽ നിരാശയായിരുന്നു. ആ വഴി അടഞ്ഞല്ലേ? അവൾ ദയനീയമായി ചോദിച്ചു. ഏയ് ഇല്ലടും, വഴിയൊക്കെ വേറെ തുറന്നോളൂ. നമ്മളോട് എന്തെങ്കിലും തുറന്നു പറയാൻ അയാൾക്ക് കഴിയായിരുന്നെങ്കിൽ അയാൾ ഇന്ന് കാണുമായിരുന്നു. ആ മകളെ തനിച്ചാക്കേണ്ടെന്ന് കർത്താവിന് തോന്നിക്കാണും. അറിഞ്ഞു വെച്ച് നോക്കി അയാൾ അത്ര നല്ല മനുഷ്യനൊന്നല്ല. ദാസിനെ ചതിച്ചത് അയാളും കൂടെ ചേർന്ന. ജോന എന്തുകൊണ്ട് കള്ളം പറഞ്ഞേ? അവന്റെ ആ പ്രവൃത്തിയിൽ സന്തോഷം തോന്നിയെങ്കിലും ഉള്ളിലെ സംശയം അവൾ മറച്ചു വെച്ചില്ല. ആ ചോദ്യത്തിന് അവനൊന്ന് ചിരിച്ചു. എൻ്റെ പപ്പയ്ക്ക് ക്യാൻസർ വന്ന് കിടക്കുമ്പോൾ ഇതുപോലെ പലരും എൻ്റെ കൈകളിലേക്ക് നോട്ടുകെട്ടുകൾ വെച്ച് തന്നിട്ടുണ്ട്. രാത്രിയുടെ നിശബ്ദതയിൽ നെഞ്ചിരിപ്പോലാതെ കൂടുന്ന അവൾ അറിഞ്ഞു. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. ഇന്നത്തെ രാത്രി വളരെ നിർണായകമാണ്. ഇത് 2ാമത്തെ തവണയാണ് താൻ ഈ സാഹസത്തിന് മുതിരുന്നത്. ജോന നല്ല ഉറക്കത്തിലാണ്. അറിയാതെ വേണം പോയി വരാൻ. അവളുടെ ഫോണിലേക്ക് ജെനിയുടെ കോള് വന്നു. ശബ്ദമുണ്ടാക്കാതെ തന്നെ വീടിന് വെളിയിലേക്ക് ഇറങ്ങി. സെമിത്തേരിക്കടുത്തായി കാറുകളുമായി നിൽപ്പുണ്ട് ജെനി. അടുത്തധികം ആൾ താമസമില്ലാത്തിടത്താണ് അവരെത്തിയത്. ദാ അവിടെ കണ്ടോ, അതാ വീട്. ചേച്ചി വേഗം പോയി നോക്കിയിട്ട് വാ. പപ്പക്ക് പല രഹസ്യങ്ങളുള്ളതുകൊണ്ട് CCTV ഇല്ല ഇവിടെ. ഒരു ഡ്യൂപ്ലിക്കേറ്റ് താക്കോല് അവൾ അബിക്ക് കൊടുത്തു. നേരത്തെ തന്നെ ജെനി ഒരു ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉണ്ടാക്കിച്ചിരുന്നു. അബി ആ താക്കോൽ ഉപയോഗിച്ച് അകത്ത് കയറി. കുത്തിത്തുളക്കുന്ന ഇരുട്ടിനോട് പൊരുത്തപ്പെടാനാവാതെ അവളുടെ കണ്ണുകൾ ചിമ്മിപ്പോയി. ഒപ്പം തന്നെ ഒരു ഭയവും അവളിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി ആദ്യം കണ്ട മുറിയിലേക്ക് ചെന്നു. അത് പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഡോറ് തുറന്ന് അകത്ത് കയറിയപ്പോൾ ആ ഇത്തിരിവട്ടത്തിൽ ആദ്യം കണ്ണുടിക്കിയത് ഒരറ്റത്തായി കാണുന്ന അലമാരയിലാണ്. സമയം ഒട്ടും തന്നെ കളയാതെ വേഗം അതിനടുത്തേക്ക് ചെന്നു. എന്നാൽ അത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവൾ തന്റെ പെരുവിരലൊന്ന് ഉയർന്നു. അവിടെ താക്കോലുണ്ടോ എന്ന് പരിധി നോക്കി. പെട്ടെന്നായിരുന്നു അടുത്ത ആരുടെയോ സാമീപ്യം അനുഭവപ്പെട്ട പോലെ തോന്നിയത്. ഉയർന്ന നെഞ്ചിരിപ്പോടെ തിരിഞ്ഞതും മുന്നിലെ ഒരു ക്രൂര നിറഞ്ഞ മുഖഭാവത്തോടെ പേടിപ്പെടുത്തുന്ന ഒരു ചിരിയോടെ അയാൾ. മുന്നിൽ നിൽക്കുന്ന ആന്റണിയുടെ മുഖം കണ്ട് അവളൊന്ന് വിറച്ചുപോയി. നീ എന്ത് തിരക്കിയാ മോളെ ഇവിടെ വന്ന്? കുഴഞ്ഞായിരുന്നു അയാളുടെ ശബ്ദം. അവൾ അവിടുന്ന് പോവാനായി തുടങ്ങിയതും അയാൾ അവിടെ മുടിക്കുത്തിന് പിടിച്ചു. വേദന കൊണ്ട് അവൾ അലറി. എങ്ങോട്ടാടി നീ ഓടുന്നത്? നീന്താ മറ്റവൻ പറഞ്ഞയച്ചതായിരിക്കുമല്ലയോ? അവൻ എഴുന്നേറ്റ് ഞാൻ അറിഞ്ഞു. നീ പേടിക്കണ്ട, അവനുടനെ മേൽപോട്ട് അയച്ചേക്കാം. നീ എന്നതായാലും വിധവയാവാനുള്ളതാ. അതുകൊണ്ട് മാത്രം വെറുതെ വിട്ടാ നിന്നെ. എന്ത് ധൈര്യം ഉണ്ടായിട്ടാടി നീ ഇവിടെ വന്നത്? തിരിച്ചെന്തൊക്കെയോ പറയണമെന്നുണ്ട്. എന്നാൽ അതിനു പറ്റിയ സന്ദർഭവും സമയത്തല്ലെന്നും ഇപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് വേണ്ടെന്ന് അവൾക്ക് തോന്നി. അയാൾ എഴുന്നേറ്റ് വരുമെന്ന് മനസ്സിലായപ്പോൾ കയ്യിൽ കിട്ടിയ എന്തോ എടുത്ത് അയാൾക്ക് നേരെ എറിഞ്ഞു. ശേഷം അവിടുന്ന് ഇറങ്ങി ഓടി. വീടിന് പുറത്ത് ആകാംക്ഷയോടെ കാറുമായി നിൽക്കുന്ന ജെനിയെ കണ്ട് വേഗം തന്നെ കാറിനകത്തേക്ക് കയറി നിന്ന് കിതച്ചു. മോളെ വേഗം വണ്ടി എടുക്ക് ജെനി. എന്താ ചേച്ചി, എന്തു പറ്റി? അതൊക്കെ പറയാം. ഇപ്പൊ നീ ഇവിടുത്തെ വണ്ടി എടുക്ക് ജെനി. അബി അലറി. അത് കേട്ടത് അവൾ ആകെ ഭയന്നു പോയി. പിന്നീട് തന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാവാം ജെനി കാറെടുത്തു. ദൂരം പിന്നിട്ടപ്പോൾ അല്പം ആശ്വാസം തോന്നി. ശേഷം അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ജെനിയോട് പറഞ്ഞു. ഓർക്കുമ്പോൾ തന്നെ ശരീരം വിറക്കുന്നവൾ അറിഞ്ഞു. എത്ര വലിയ അപകടത്തിലേക്കാണ് താൻ ചെന്നത്.
ഒരുപക്ഷെ അയാൾ മദ്യപിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ തന്റെ അവസ്ഥ എന്താകുമായിരുന്നു? അങ്ങനെ ഓരോന്നും ചിന്തിച്ചു കൂട്ടിയവൾ. ചെന്നൈക്ക് പോവുകയാണെന്ന് പറഞ്ഞ പപ്പ എന്താണ് അവിടെ? ജെനി മനസ്സിലോർത്തു. സോറി ചേച്ചി, ഞാൻ കൃത്യമായിട്ട് അന്വേഷിക്കണമായിരുന്നു. നിന്റെ പപ്പയുടെ കാര്യമില്ലേ, എന്തെങ്കിലും കാര്യം കാണും. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്കതല്ല, ഇനി ആ ഡോക്യുമെന്റ് ഇട്ട ഒരു വഴിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ചേച്ചി പേടിക്കണ്ട, എന്തെങ്കിലും വഴിയുണ്ടാവും. അതിനൊന്നും അവൾ മൂളി. വീടിന് മുന്നിലെത്തിയപ്പോൾ ഒരു നിമിഷം നടുങ്ങിപ്പോയി അബി. വീടിനകത്ത് ലൈറ്റ് ഇട്ടിരിക്കുന്നു. അതവളെ കൂടുതൽ ഭയപ്പെടുത്തി. ശേഷം കുറച്ച് ഭയത്തോടെയാണെങ്കിലും വാതിൽ നോക്ക് ചെയ്ത് അകത്ത് കയറി. മുറുകിയ മുഖത്തോടെ സോഫയിലിരിക്കുന്ന ജോനാഥൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പരിഭ്രമിച്ചു പോയി അവൾ. അബി എവിടെ പോയതാ? ആ ചോദ്യത്തിന് അല്പം പോലും ഭയമുണ്ടായിരുന്നില്ല. ചോദിച്ചു കേട്ടില്ലേ എവിടെ പോയതാണെന്ന്? അവന്റെ ശബ്ദം കടുത്തു. ഒരു വാക്ക് പോലും ഉച്ചരിക്കാനാവുന്നില്ല അവൾക്ക്. വീണ്ടും അതേ ചോദ്യം ആവർത്തിച്ചവൻ. അബി പറ, പറയാൻ. അവന്റെ ശബ്ദം അവിടെ ആകെ ഒരു ഇടിമുഴക്കം പോലെ പ്രതിധ്വനിച്ചു. അത് ഞാൻ ഈ നേരത്തെ എന്നോടൊന്നും പറയുക പോലും ചെയ്യാതെ നീ ജെന്നിഫർ ആന്റണിയായിട്ട് എങ്ങോട്ടാ പോയതെന്ന് ചോദിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ടീപ്പോയിൽ അടിക്കുകയും ഒരുമിച്ചായിരുന്നു. അത് ഞാൻ വെറുതെ പോയതല്ല. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവൾ അവനോട് പറഞ്ഞു. ഭ്രാന്താണോ നിനക്ക്? പറ, ഭ്രാന്താണോ നിനക്ക്? അവൻ അവിടെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ജോന അവിടെ സ്വരമിടത്. എല്ലാം ഞാൻ പറഞ്ഞല്ലേ, ഇതെന്താ തമാശയാണോ? ഇനി ഇതിനെ കുറിച്ച് അറിയാൻ ആരെങ്കിലും ബാക്കിയുണ്ടോ? നീ ഒരു പക്വതയുള്ള പെണ്ണാണെന്ന് ഞാൻ കരുതിയത്. നീ അറിയാത്ത ഒരു രഹസ്യം എന്റെ ജീവിതത്തിൽ വേണ്ടെന്ന് കരുതിയിട്ടാ ഞാനെല്ലാം തുറന്നു പറഞ്ഞു. എന്നിട്ട് ഇത്ര സില്ലിയായി. ജോന അത് പിന്നെ എല്ലാം പെട്ടെന്ന് കലങ്ങി തെളിയാനാ ഞാൻ. അവളുടെ വാക്കുകൾ മുറിഞ്ഞുപോയി. നീ എന്താ പൊട്ടിയാണോ? ആ ജീവനെ നീ എങ്ങനെ വിശ്വസിച്ചു? ജെനിയെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചോ? അവരാരും ചതിക്കില്ല ജോന. അത് നിന്റെ വിശ്വാസം മാത്രമല്ലേ? അതെ, എനിക്ക് ആ ഒരു വിശ്വാസം. ജോനെ സഹായിക്കാൻ ഒരുപാട് ആളുകളില്ലേ? അതിന് ഞാൻ നിന്നെ പോലെ ഓരോന്ന് എടുത്തു ചാടിയിട്ടല്ല ചെയ്യുന്നത്. പിന്നെ എന്റെ കൂടെയുള്ളവരാരും എന്നെ ചതിച്ചിട്ടില്ല. നിന്റെ കാര്യം അങ്ങനെയാണോ? നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. സ്വന്തം പെങ്ങളുടെ ചോരൊടിക്കാൻ നടക്കുന്ന ഒരു അനിയനല്ലേ നിന്റേത്? ആ നിമിഷം അവൾ ഞെട്ടിപ്പോയിരുന്നു ആ വാക്കുകൾ അവളെ വല്ലാതെ തളർത്തി. ഒന്നും മിണ്ടാതെ അവിടുന്ന് എഴുന്നേറ്റ് പോയി. അന്ന് രാത്രി മുഴുവനും അവളുടെ കണ്ണുകൾ നിർത്താതെ പെയ്തു. പിറ്റേ ദിവസം സ്കൂളിലേക്കും ജോന അവൾക്ക് മുമ്പേ പോയി. സ്കൂളിൽ വെച്ച് വീണ്ടും ടീച്ചറോട് സംസാരിച്ചിരിക്കുന്നവനെ കണ്ടിരുന്നു. ഉച്ചക്ക് മര്യാദക്ക് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാവും വല്ലാത്ത ക്ഷീണം. രാവിലെയൊന്നും കഴിച്ചില്ല. ക്ലാസ് കഴിഞ്ഞിറങ്ങി അവൾ മുറ്റത്തെ വാഗമരച്ചോട്ടിലിരുന്നു. പ്രതീക്ഷിക്കാതെ കയ്യിലൊരു തണുപ്പ് അനുഭവപ്പെട്ടു. ഒരു സംശയത്തോടെ തലയിരിച്ച് നോക്കി. സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടി. ഞാൻ പെർമിഷൻ എടുത്ത് പിള്ളേരെ ഗ്രൗണ്ടിൽ ഇറക്കി. അവളൊന്ന് ചുറ്റും നോക്കി. ആരെങ്കിലും തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ? നീ ഇങ്ങനെ കണ്ണും പിടിച്ച് ചുറ്റും നോക്കാതെ. എന്നോട് ദേഷ്യം മാറിയോ? ഓ, ഞാൻ ദേഷ്യപ്പെട്ടാണ് ഇപ്പൊ കുറ്റം. പറഞ്ഞപ്പോൾ അവളൊന്ന് അവനെ കൂർപ്പിച്ച് നോക്കി. അയാൾ നിന്നെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ? സോറി, പെട്ടെന്നൊക്കെ കലങ്ങി തെളിയണം തന്നെയാ എന്റെ ആഗ്രഹം. എന്ന് വെച്ച് എടുത്തിയാടിയാ അത് അവർക്ക് തന്നെ രക്ഷയാവും. അതുകൊണ്ടാ. ആ പറഞ്ഞ് ശരിയാണെന്ന് അവൾക്കും തോന്നി. ഇനി അതോർത്തൊന്നും വിഷമിക്കണ്ട. കേസും കാര്യമൊക്കെ അങ്ങനെ അതിന്റെ വഴി കിടക്കും. നമുക്ക് ഈ മാരേജ് ലൈഫ് അടിച്ചു പൊളിച്ച് പോവാം. എന്താ? പിന്നെ ആബയെ കുറിച്ച് ടെൻഷൻ വേണ്ട. അവൻ നിന്റെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞൊന്നല്ല. അവൻ നന്നാവാൻ തന്നെ വിചാരിക്കണം. അവളൊന്നും മൂളി. അതുകൊണ്ട് ഈ പീരീഡ് എന്തിനാ വെറുതെ കളഞ്ഞ്? ഇത്ര ക്ലാസ്സാ പോയത്. ഇവർ ഇങ്ങോട്ട് വിടുന്നതിന് പകരം പോർഷൻ തീർക്കായിരുന്നില്ലേ? എല്ലാം കൂടെ അവസാനത്തേക്ക് വെച്ചാൽ തീരില്ല, പറഞ്ഞേക്കാം. പെട്ടെന്നായിരുന്നു അവിടേക്ക് ലില്ലി ടീച്ചർ ഓടിക്കച്ച് വന്ന്. എന്താ ടീച്ചറെ, വല്ല പട്ടിയും കടിക്കാൻ വന്നോ? തമാശ രൂപേണ ജോനാഥൻ ചോദിച്ചു. അത് ഞാൻ നിങ്ങളെ തിരക്കി വന്ന. നിങ്ങൾ ഈ ന്യൂസ് കണ്ടോ? എന്ത് ന്യൂസ്? അവർ ചോദിച്ചു. നിന്റെ ആബിയുടെ ഫാദറിലോ ഇല്ലേ, ആന്റണി, അയാൾ ആരോ കൊലപ്പെടുത്തി. വാട്ട്? ചോദിച്ചതും ചാടി എഴുന്നേറ്റ് മുഖത്തോട് മുഖം നോക്കിയവർ. ആളുകൾ നിറഞ്ഞിരിക്കുന്ന ആ വീട്ടിലേക്ക് കയറുമ്പോൾ ജോനാഥൻ അവളെ ചേർത്ത് പിടിച്ചിരുന്നു. ജെനിയുടെ അമ്മയുടെ ഉറക്കെയുള്ള അലറിക്കരച്ചിൽ അവിടെ കേൾക്കാം. അബിഗയിൽ നേരെ പോയത് ജെനിയുടെ അടുത്തേക്കായിരുന്നു. അവൾ ആകെ തളർന്നിരുന്നെങ്കിലും മുഖം നിർവികാരമായിരുന്നെങ്കിലും കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അബി അവളുടെ തോൾ കൈവച്ചതും ജെനി അവൾക്ക് നേരെ തിരിഞ്ഞു. ശേഷം അവളുടെ മാറിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. എന്നാൽ ആ സമയം ജോനാഥന്റെ ഉള്ളിൽ ആത്മസംഘർഷം തടഞ്ഞു നിർത്താൻ ശ്രമിച്ചെങ്കിലും തന്റെ ജീവിതത്തിലെ വില്ലനാണ് കിടക്കുന്നത്, തന്റെ നയോമയുടെ മരണത്തിന് കാരണക്കാരൻ. പക്ഷെ ഈ മരണം തന്നെ ഒട്ടും സന്തോഷിപ്പിക്കുന്നില്ല. മനസ്സിലുള്ളത് പരിഭ്രമം മാത്രമാണ്. ആന്റണി ആരോ അതിക്രൂരമായി വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. ഉച്ചക്ക് ആബേൽ ആ വീട്ടിൽ ചെന്നപ്പോഴാണ് മരിച്ചെടുക്കുന്ന ആന്റണിയെ കാണുന്നത്. അബിഗയിൽ അവിടെ നിന്ന് പോയതിനു ശേഷം എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അവൾ അന്ന് രാത്രി അവിടെ പോയത് പോലീസ് അറിഞ്ഞാൽ? ആലോചിക്കുന്നതോറും ജോനാഥിന് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആന്റണിയുടെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നു. അയാളുടെ മരണം ആബേലിന് വല്ലാതെ തളർത്തിയിരുന്നു. തെറ്റിന്റെ വഴിയിലൂടെ നടക്കുമ്പോഴും ആന്റണി എന്ന മനുഷ്യനായിരുന്നു ആബേലിന്റെ ബലം. അന്ത്യകർമ്മങ്ങൾ കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷമാണ് ജോനാഥനും അബിഗയിലും തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. നിനക്ക് കുറച്ച് ദിവസം കൂടി അവിടെ നിൽക്കായിരുന്നില്ലേ? ജോനാഥൻ ചോദിച്ചു. വേണ്ട, ഇപ്പൊ ജെനിയൊന്നും ഓക്കെ ആയിട്ടുണ്ട്. മാത്രമല്ല ഇനി മാറിയാൽ ശരിയാവില്ല. ഇപ്പൊ തന്നെ ലീവ് കുറേയായി. നിനക്ക് പേടിയുണ്ടോ? പോലീസ് ഉടനെ നിന്നെ തേടി വരും. കേട്ടതും ഞെട്ടലോടെ അവൾ അവനെ നോക്കി. അന്ന് രാത്രി നീ എവിടെ പോയതാണെന്ന് ചോദിച്ചാ എന്ത് ഉത്തരം പറയും? പോലീസ്, അവരോട് ഞാൻ എന്ത് മറുപടി പറയാം? എന്റെ കർത്താവേ,
ഇനിയിപ്പോൾ നിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയി എന്ന് കരുതിയാൽ തന്നെയും ജെനി മാറ്റി പറഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഒരു അവസ്ഥയിൽ അവളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ശരിയല്ല. നീ പേടിക്കണ്ട, മനഃപൂർവ്വം നീ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അവിടെ നീയാണ് കൊലയാളിയെന്ന് പറയാനോ ആവില്ല. എന്നാൽ അന്നത്തെ ദിവസം ആന്റണി ചെന്നൈക്ക് പോയെന്ന് കരുതിയത് നീ എന്തിന് അവിടെ പോയി എന്ന് ചോദ്യം വന്നാൽ അത് പറയേണ്ടി വരും. അത് കേട്ടത് അവളൊന്ന് വിറച്ചു പോയി. ഡെസ്പാവണ്ട, വരാൻ പോകുന്ന കാര്യം മുൻകൂട്ടി അറിഞ്ഞിരിക്കാൻ പറഞ്ഞതാ. എല്ലാം ധൈര്യത്തോടെ നേരിടണം. ജോനാഥൻ പറഞ്ഞ ആ ദിവസം അധികം വൈകാതെ വന്നെത്തി. ഉയർന്ന നെഞ്ചിടിപ്പോടെയാണ് ഞാൻ ആ പോലീസുകാരന് മുമ്പിലിരുന്നത്. നമസ്കാരം, ഞാൻ ഋഷികേഷ് കാശിനാഥ്, കമ്മീഷണറാണ്. അബീൽ എബ്രഹാം? അവളൊന്ന് മൂളി. വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് സ്ട്രേഞ്ച് നെയിം. ടീച്ചറാണല്ലേ? അതിനവളൊന്ന് മൂളി. അബീലി ആന്റണിയായിട്ട് നല്ല അടുപ്പമായിരുന്നു. ഞങ്ങൾ അത്ര വലിയ അടുപ്പത്തിലായിരുന്നില്ല സർ. അന്ന് നിങ്ങളുടെ അനിയൻ്റെ ഫാദറിലോ ആയിരുന്നില്ലേ? അപ്പോൾ ഇനി ടീച്ചർക്കും ആ സ്ഥാനത്തല്ലേ? ഞാനും എൻ്റെ അനിയനും കുറച്ച് നാളായിട്ട് അത്ര രസത്തിലല്ല. ഓഹോ, അപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തോ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ? ആബേൽ എന്നാലും ഞാൻ വിളിക്കാറ്. അപ്പോൾ ആബ സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ തീരുമാനിച്ചു. അതൊരു നല്ല കാര്യമില്ല ടീച്ചറെ. സ്വന്തമായിട്ട് വീട് വെക്കുന്നെല്ലാം നല്ല കാര്യം തന്നെയാണ്. ശരിയാണ്, പക്ഷേ അതങ്ങനെയല്ല സർ. ഞങ്ങൾക്കുണ്ടായിരുന്ന വീട് വിറ്റിട്ടാണ് വീട് വെക്കാൻ തീരുമാനിക്കുന്നത്. അത് പിന്നെ വാശിയായി. പക്ഷെ എനിക്ക് വീട് വെക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ആ വീട് വിൽപ്പന നടന്നല്ലോ. എന്നിട്ടല്ലേ നിങ്ങൾ ഈ വീട് വാങ്ങിച്ച്? കമ്മീഷണർ ചോദിച്ചു. ആദ്യം ഞാൻ സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് ഞാൻ സമ്മതിക്കായിരുന്നു. അവൻ്റെ വാശി നടക്കട്ടെ എന്ന് കരുതി. കാര്യം അവന് കൂടി അവകാശപ്പെട്ട വീടാ. അതുകൊണ്ട് ടീച്ചർക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഈ വീട് സ്വന്തമാക്കാൻ പറ്റിയില്ലേ? അയാൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. സർ, ഇത് കാശിൻ്റെ കാര്യമല്ല. ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണത്. എനിക്ക് ആ വീടിനോട് അങ്ങനെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. അതിരിക്കട്ടെ, ടീച്ചർ ഒരു കേസിൽ സാക്ഷിയായിരുന്നില്ലേ? ആ രവീന്ദ്രനെതിരെയുള്ള കേസ്. എന്നിട്ട് എന്തായിരുന്നു കോടതിയിൽ അന്ന് മൊഴിയെടുക്കാതിരുന്നത്? അത് മനഃപൂർവ്വമല്ല സർ. അതിനു മുന്നേയുള്ള ദിവസങ്ങൾ ഞാൻ ആബിയുടെ വീട്ടിലായിരുന്നു. അവിടെ വെച്ച് ഞാൻ തലറിഞ്ഞു വീണു. എന്നിട്ട് അവർ ഹോസ്പിറ്റൽ കൊണ്ടുപോയില്ലേ? സംശയബാധിത കമ്മീഷണർ ചോദിച്ചു. ഇല്ല സർ, ചിലപ്പോൾ ഞാൻ ഓക്കെ ആവുമെന്ന് കരുതിക്കാണ് അവർ. അങ്ങനെ ചില സമയങ്ങളിൽ എനിക്ക് തലർക്കം വരാറുണ്ട്. ഇതെല്ലാം രവീന്ദ്രൻ്റെ കേസ് അന്വേഷിച്ചിരുന്ന സാറിനോട് ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം ട്രാൻസ്ഫർ ആയി പോയി. ആ സാറിന് പകരം വന്ന ആളാണ് ഞാൻ. ടീച്ചറുടേത് ലവ് മാരേജ് ആയിരുന്നല്ലേ? അല്ല സർ. എന്നിട്ട് ആബിയിൽ പോലും ആ വിവാദത്തിൽ പങ്കെടുത്തില്ലല്ലോ. അവനായിട്ടൊരു ആലോചന കൊണ്ടുവന്നിരുന്നു. എന്നാൽ അയാളുടെ സ്വഭാവത്തിന് നന്നായിരുന്നില്ല. അപ്പച്ചനുണ്ടായിരുന്ന കാലത്ത് അയാളുടെ ആലോചന ഒരിക്കൽ വന്നപ്പോൾ വേണ്ടാന്ന് വെച്ചതായിരുന്നു. പിന്നെ അയാൾ വേറെ വിവാഹം കഴിച്ചു. അത് വൈകാതെ ഡിവോഴ്സായി. അതും അയാളുടെ ഉപദ്രവം കൊണ്ടാണെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ വിവാഹത്തിന് സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ മോശം സ്വഭാവമുള്ള ഒരാളായിട്ട് വിവാഹം നടത്താൻ അയാളെന്തിനാ വാശി പിടിച്ച്? അതെനിക്കറിയില്ല സർ. പറയുമ്പോൾ അവിടെ സ്വരമിടറി. ഓക്കെ, ഫൈൻ ആൻഡ് കൂൾ. ഈ ജോനാഥനുമായിട്ടുള്ള ടീച്ചറുടെ വിവാഹം എങ്ങനെയാണ് നടന്നത്? അതിവിടുത്തെ ഇടവകപ്പള്ളിയിലെ കൊച്ചച്ഛനാണ് ജോനാഥൻ്റെ കസിൻ, ഫാദർ ഡേവിഡ് ജോൺ മേക്കാടൻ. അദ്ദേഹം ഈ പ്രപ്പോസൽ കൊണ്ടുവന്നു. പിന്നെ എൻ്റെ കൂടെ ഇവിടെ താമസിച്ചിരുന്ന അനുരാധാനന്ദൻ, പിന്നെ ഈ വീടിൻ്റെ ഓണറും അവരാ വിവാഹത്തിന് മുൻകൈയെടുത്ത്. ടീച്ചർക്ക് ആന്റണിയോട് എന്തെങ്കിലും വിരോധം ഉണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടായിരുന്നില്ല. എന്നാലും ആബേലിൻ്റെ നകുന്നതിൻ്റെ ഒരു ചെറിയ നീരസം ഉണ്ടായിരുന്നു. ആന്റണി കൊല്ലപ്പെട്ട രാത്രി ടീച്ചർ എവിടെയായിരുന്നു? വീട്ടിൽ. ഉള്ളിലെ ഭയം പുറത്തിറങ്ങിക്കാതെ പറഞ്ഞു. ടീച്ചർ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. അവിടെ തന്നെ ആയിരുന്നു. അതോ അന്ന് രാത്രി എങ്ങോട്ടെങ്കിലും പോയിരുന്നോ? സോറി സർ, ഞാൻ പറയാൻ വിട്ടുപോയതാ. ഞാനും ജെന്നിഫർ അന്ന് രാത്രി പുറത്തു പോയിരുന്നു. എപ്പോ? അത് ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഇത്രയും ലേറ്റായിട്ട് ടീച്ചർ എവിടെ പോയതാ അവരെയും കൂട്ടി? ഞാനും അവളായിട്ട് യാതൊരു പ്രശ്നമില്ല. ഞങ്ങൾ പോയത് ആന്റണിയുടെ ആ വീട്ടിലേക്കാണ്. അതായത് ആന്റണി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ആ വീട്ടിലേക്ക് അല്ലേ? ആ വീടിന്റെ അടുത്ത് ആൾ താമസമില്ലാതെ കിടക്കുന്ന ഒരു വീടും കൂടിയില്ലേ? അവിടെയുള്ള ആളുകൾ വിദേശത്താ. പക്ഷെ അവിടെ CCTV ഉണ്ട്. അതിൽ വ്യക്തമായിട്ട് പതിഞ്ഞിട്ടുമുണ്ട് ടീച്ചർ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നത്. ആ വീട് വാങ്ങിച്ചിട്ട് ജെനി ഇതുവരെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് ആ വീട് കാണുന്ന വല്ലാത്ത ആഗ്രഹമായിരുന്നു. അങ്കിൾ ചെന്നൈക്ക് പോയി നിർത്തിയാ അത് ഞങ്ങൾ അങ്ങോട്ട് പോയത്. പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് അങ്കിൾ അവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് പേടിച്ചു പോയതുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങി ഓടിയത്. ടീച്ചർ മാത്രമല്ലേ വീട്ടിൽ കയറിയത്? ജെനി എന്താ കയറാതെ മാറിയിരുന്നു? അവൾക്ക് ആ സമയം ഒരു കോൾ വന്നു. പിന്നെ അവൾ പുറകെ വന്നോളൂ എന്ന് കരുതി. അയാളുടെ വീടപ്പോൾ ജെന്നിഫറുടെ കൂടി വീടല്ലേ? പിന്നെ ആ വീട് കാണാൻ ഒരു കള്ളനെ പോലെ പോകുന്ന എന്തിനാ? അതും നട്ടപ്പാതിരിക്ക്. അയാൾ എന്തുകൊണ്ടോ അതിന് സമ്മതിച്ചിരുന്നില്ല. പിന്നെ ഒരു അഡ്വഞ്ചറായി കരുതിയിട്ടാണ് ഞങ്ങള്. ടീച്ചറുടെ ഈ അഡ്വഞ്ചറിനെ കുറിച്ച് ഹസ്ബൻഡിന് അറിയായിരുന്നോ? ഇല്ല, പക്ഷെ തിരിച്ചൊന്നും പറയാതെ പോയതിന് എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. കമ്മീഷണർ ഒന്ന് മൂളി. ഇതേ സമയം മറ്റൊരു പോലീസുകാരൻ മറ്റൊരു മുറിയിൽ ജോനാഥനെ ചോദ്യം ചെയ്യുകയായിരുന്നു. ആ രാത്രിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജോനാഥൻ വളരെ ശ്രദ്ധിച്ചാണ് മറുപടി പറഞ്ഞത്. അന്ന് അവരെവിടേക്കായിരുന്നു പോയത്? പോലീസുകാരൻ ചോദിച്ചു. അത് ഞാൻ കൃത്യമായിട്ട് ചോദിച്ചിരുന്നില്ല. പക്ഷെ അന്ന് എനിക്ക് നന്നായിട്ട് ദേഷ്യം വന്നിരുന്നു. പിന്നെ തൊട്ടടുത്ത ദിവസം ആബിലിന്റെ ഫാദറിലോ എൻ്റെ മരണമൊക്കെ ആയിട്ട് പിന്നെ അതങ്ങ് വിട്ടുപോയി. പോലീസുകാർ പോയതും ഞാൻ ജോനയോട് അവർ ചോദിച്ചെല്ലാം പറഞ്ഞു, മറുപടിയെല്ലാം പറഞ്ഞു. ആ കമ്മീഷൻ ഞാൻ പറഞ്ഞൊന്നും വിശ്വസിച്ചിട്ടില്ല. അയാൾ നേരെ പോയി ജെനിയുടെ അടുത്തേക്കാവും. അവൾ എന്താവും പറയാ? താൻ ടെൻഷൻ അടിക്കണ്ട. പിന്നെ ഇപ്പോൾ അവളെ ഫോൺ ചെയ്യാൻ നിൽക്കണ്ട. ഈ സമയം അപ്പോൾ പുറത്ത് പോലീസ് ജീപ്പിൽ നിന്ന് ഋഷികേഷ് കാശിനാഥിന്റെ കണ്ണുകളിൽ കൗശലം നിറഞ്ഞു.
താൻ അവർക്കടുത്തേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ജെന്നിഫറിൽ നിന്ന് ലഭിച്ച മറുപടി ആ നിമിഷം അയാളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അയാളുടെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞൊരു ചിരി വിരിഞ്ഞു. ജെനി ആകെ പരിഭ്രമിച്ചു. തന്റെ ഫോട്ടോ CCTVയിൽ പതിഞ്ഞു. താൻ കാറിനകത്ത് തന്നെയായിരുന്നല്ലോ. ഒരുപക്ഷെ കാർ കണ്ടിട്ടാവും പോലീസ് മനസ്സിലാക്കിയത്. സത്യം എന്തായാലും പറയാനാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കള്ളം പറഞ്ഞ് അവൾ തന്നെ മറുപടി ഓർത്തു. അത് സാർ, എനിക്ക് ആ വീടൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. പപ്പ സമ്മതിക്കില്ല. പപ്പ അറിയാതെ ആബിയിലും സമ്മതിക്കില്ല. അതുകൊണ്ട് അഭിചേച്ചി വിളിച്ച്. എന്നിട്ട് ജെന്നിഫർ എന്താ അകത്തേക്ക് പോവാതിരുന്നു? അബിയയിൽ മാത്രമുള്ള അകത്തേക്ക് ആ സമയം എനിക്കൊരു ഫോൺ വന്നു. അഭിചേച്ചി മാറ്റി പറഞ്ഞാൽ തന്റെ കള്ളങ്ങളെല്ലാം പൊളി. ഓർക്കുമ്പോൾ തന്നെ ശരീരം വറക്കുന്നതായി തോന്നി. അത് കേട്ട് അവൾ അങ്ങോട്ട് ചെന്നു. അവളുടെ അമ്മയെ അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് ഓടിയിരുന്നു. എന്നാത്തിന് നീ അലർന്ന ആബാ? ജെനി ചോദിച്ചു. പപ്പ മരിച്ച ദിവസം രാത്രിയിൽ നീ ചേച്ചിയുടെ ആ വീട്ടിൽ പോയിരുന്നോ? അവളൊന്ന് വിറച്ചു. ചോദ്യത്തിന് ഉത്തരം പറയൂ. പോയോന്ന്? പോയി. നീ എന്നാത്തിന് അവിടെ പോയത്? അത് അവിടെ കൂടെ അമ്മയാണ്. ഞാൻ ആ വീടൊന്ന് കാണാൻ പോയി. അതിനകത്ത് കയറി എന്ത് സംഭവിക്കുന്നു എനിക്കൊന്ന് അറിയണം തോന്നി. അതുകൊണ്ട് ഞാൻ അവിടെ പോയി. നിന്റെ അഹങ്കാരം ഇവിടെ വെച്ച് നിർത്തിക്കോ. അവൾ ആരും അറിയാതെ രാത്രി പോയിരിക്കുന്നു. അതും ചേച്ചിയുമായി. ആ കമ്മീഷൻ ഇതിനെ പറ്റി ചോദിച്ചപ്പോ എന്നെ തൊരിഞ്ഞു പോയി. ഇനി എന്നോട് പറയാതെയും ചോദിക്കാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാറുണ്ടല്ലോ. ആബേൽ ദേഷ്യം കൊണ്ട് വിറച്ച്. നീ എല്ലാ കാര്യവും എന്നോട് പറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ചോദിച്ചാണോ ചെയ്യാറുള്ളത്? ഇവിടുന്ന് ചെന്നൈക്ക് എന്ന് പറഞ്ഞു പോയ പപ്പ എങ്ങനെയാ അന്ന് ആ രാത്രി അവിടെ വന്നു? നിനക്ക് ആ കാര്യം അറിയാവുന്നോണ്ടല്ലേ നീ അങ്ങോട്ട് പോയത്? അത് കേട്ടപ്പോൾ ആബേലൊന്ന് പതറി. അത് പിന്നെ ഈ ടെൻഷനിൽ നിന്നൊന്ന് മാറിക്കാൻ വേണ്ടി. നിനക്കെന്താ ഇത്ര വലിയ ടെൻഷൻ? നിന്നെ കൊണ്ട് ബാക്കിയുള്ളവർക്കല്ലേ ടെൻഷൻ? നീ എന്തൊക്കെയായി ഈ പറയുന്നേ? അമ്മ ശാസനയോട് ചോദിച്ചു. ഞാൻ ആകെ നിലവിട്ട് നിൽക്കുക. എന്നെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. അത്രയും പറഞ്ഞ് അവൾ തന്നെ മുറിയിലേക്ക് പോയി. ആബിക്ക് വല്ലാത്തൊരു നിസ്സായത തോന്നി. ആന്റണി മരിച്ചതോടെ അവൻ വഴിയറിയാൻ നിൽക്കുന്ന ഒരു കുട്ടിയെ പോലെ ആയിരുന്നു അപ്പോൾ. ഇനി എല്ലാത്തിനും അവകാശി അവളാണ്. തന്റെ വീട് വിറ്റ പണം പോലെ അവളുടെ കയ്യിലായിരുന്നു. തന്റെ പണം ഇനി കിട്ടില്ല എന്ന് വരെ അവന് തോന്നി. ആദ്യമായി വീട് വിറ്റതിന് അവന് മനസ്താപം തോന്നി. ജെനിയുടെ വീട്ടിൽ പോകുമ്പോൾ ജോനാഥനാകെ അസ്വസ്ഥനായിരുന്നു. മറ്റെന്തിനേക്കാളും പണത്തിന് വില നൽകുന്ന കുടുംബം. ആന്റണി ആ വീട്ടിലുണ്ടെന്നറിയാവുന്ന വ്യക്തിയാണ് ആബേൽ. അബിയിലൂടെ ജെനിയും ആ രഹസ്യം മനസ്സിലാക്കിയിരുന്നു. ജോനയുടെ മനസ്സിൽ അവരെക്കുറിച്ച് സംശയങ്ങൾ ഉടലെടുത്തു. കമ്മീഷണറും അപ്പോൾ പല സംശയങ്ങളിലായിരുന്നു. വാതിൽ തുറന്ന ആബയെ ഞാനും നോക്കി. അവന്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നുമില്ല. പഴയ ധാർഷ്ട്യം കാണാനില്ല. ജോന അകത്തേക്ക് കയറിയില്ല. എന്നെ അവിടെ കൊണ്ടുവിട്ടിട്ട് തിരികെ പോയി. തന്നെ കണ്ടവൻ ജെനിയുടെ അമ്മ പാഞ്ഞെടുത്തു. നീ എന്തിനാടി വന്ന്? നീ എന്താ എന്റെ ഭർത്താവിന് ചെയ്ത്? എല്ലാം ഞാൻ അറിഞ്ഞടി. ഞാൻ ജെനിയെ കാണാൻ വന്ന. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവളുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. ആദ്യം മുതൽ എനിക്ക് ആ സ്ത്രീയുടെ വർത്തമാനം ഇഷ്ടമല്ല. അവളെ കണ്ടതും ഞാൻ പോലീസുകാരൻ വന്ന് പറഞ്ഞു. അവളും നടന്നു പറഞ്ഞു. രണ്ടുപേർക്ക് അപ്പോഴാണ് മനസ്സമാധാനമായത്. ജെനിയുടെ മനസ്സ് അപ്പോഴും കരങ്ങി വറിഞ്ഞിരിക്കുകയാണ്. അബി അത് മനസ്സിലാക്കി. അവൾക്ക് തന്റെ വരവൊരു ആശ്വാസമായി തോന്നിയെന്ന് മനസ്സിലായി. ആബ അവളെ തിരക്കി വന്നില്ല എന്ന് ഞാൻ ശ്രദ്ധിച്ചു. അവർ തമ്മിൽ വല്ലാത്തൊരു അകൽച്ചയുണ്ട്. അതിൽ തനിക്ക് മനപ്രയാസം തോന്നി. അതിൽ നല്ലൊരു കുടുംബജീവൻ നയിക്കുന്നതിനെയാണ് തനിക്ക് ഏറ്റവും സന്തോഷം. അവനിപ്പോൾ മദ്യപാനം കൂടുതലാണ്. കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റത്. അങ്ങോട്ട് ചെന്നു. അവൻ തന്നെ വകവച്ചാലും ഇല്ലെങ്കിലും പറഞ്ഞു തിരുത്തേണ്ട തന്റെ കടമയാണ്. ഉപദേശിക്കാൻ തന്നെ തീരുമാനിച്ചു. വാതിൽ തുറന്നു കിടക്കുന്ന കണ്ടു. ആന്റി തുറന്നു കൊടുത്താവും. മഴയുടെ ശബ്ദത്തിൽ അമർന്നു പോയൊരു നിലവിളി കേട്ട പോലെ തോന്നി. അവൾ അവിടേക്ക് ചെന്നു. ഓടി മറിയുന്നൊരു നിഴൽ രൂപം ഒരു മിന്നായം പോലെ കണ്ടു. വരാന്തയിൽ വീണ് കിടക്കുന്ന ആളെ കണ്ടതും അവൾ ഭയത്തോടെ നോക്കി. അവരുടെ കഴുത്തിലൂടെ മഴത്തുള്ളികളോട് മത്സരിക്കുന്ന പോലെ ചുടുരക്തം. കുറച്ചു നേരത്തെ മയക്കത്തിന് ശേഷം സ്വഭാവത്തിലേക്ക് വന്ന ഞാൻ ചാടി എഴുന്നേറ്റു. മുന്നിൽ നിൽക്കുന്നവൻ മരണമാണ്. തന്റെ മാത്രമല്ല, ജെനിയുടെയും. അയാളുടെ കൈകളിലെ തൂവാൽ അവൾക്ക് നേരെ വന്നതും സർവ്വശക്തി ഉപയോഗിച്ച് അയാളെ തള്ളി മാറ്റി. ആ സമയം മനസ്സിൽ മുഴുവനും എങ്ങനെയെങ്കിലും ജെനിയെ കണ്ടുപിടിക്കണമെന്നായിരുന്നു. അവൾ ഈ മരണദൂതന് വിട്ടുകൊടുക്കാനാവില്ല തനിക്ക്. എന്നാൽ അവൾ പോവാൻ തുടങ്ങിയതും അയാൾ തന്നെ കടന്നു പിടിച്ചു. അവൾ അയാളുടെ ആ കറുത്ത വസ്ത്രത്തിൽ അമർത്തി പിടിച്ചു. പക്ഷെ ആ കുപ്പായം തന്റെ കൈകളെ പോറലേൽപ്പിച്ചു. അയാളുടെ ശക്തിയിൽ അമർന്നു പോകുമ്പോഴും അവൾ തനിക്ക് കഴിയുന്ന പോലെ അയാളെ വീണ്ടും തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അയാൾ അവളുടെ മുഖത്ത് ആഞ്ഞടിച്ചു. അയാളുടെ ഇര താനില്ലെന്ന് അവൾക്കറിയാം. അയാൾക്ക് വേണ്ടത് അവളെയാണ്, ജെന്നിഫർ ആന്റണിയെ. അബിഗയിൽ അയാളിലേക്ക് പാഞ്ഞെടുത്തു. ശേഷം തന്റെ കൈകൾ അയാളുടെ മുഖം മറച്ചിരിക്കുന്ന കർച്ചീഫിൽ പിടുത്തമിട്ടു. അയാൾ അപ്പോൾ അങ്ങനെ ഒരു ആക്രമണം അവളിൽ നിന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ മുഖം മറനീക്കി പുറത്തു വന്നും അവളുടെ മുഖത്ത് പുച്ഛച്ചിരി വിരിഞ്ഞു. ആൽബർട്ട്? അയാളുടെ കണ്ണുകളിൽ തളച്ച് അവൾ കണ്ടു. ഇനിയൊരിക്കലും കാണരുതെന്ന് കരുതിയ മുഖമായിരുന്നു അത്. നിങ്ങളുടെ മുഖം മറച്ചല്ല, പകരം നിങ്ങളുടെ സ്വഭാവം മറച്ചിരിക്കുന്ന മുഖംമൂടിയാ ഇവിടെ അഴിഞ്ഞു വീണ്. മാന്യ നാട്ടുകാരുടെ കണ്ണിലുണ്ണി. രാത്രിയാൽ ഇരുട്ടിന്റെ മുഖംമൂടി അണിഞ്ഞ് ആളുകളുടെ രക്തം കുടിക്കാൻ വരുന്ന ചെകുത്താൻ. അബി, നീ എന്റെ ഇരയല്ല. അതുകൊണ്ട് തടസ്സം നിൽക്കരുത് നീ. അബിയോ? ഏതബി? എന്നെ അങ്ങനെ വിളിക്കരുത് നിങ്ങൾ. പിന്നെ ജെനിയുടെ ജീവൻ എടുക്കാൻ ഞാൻ നിങ്ങളെ സമ്മതിക്കില്ല. ഇതിന് എനിക്ക് ആരുടെയും സമ്മതം ആവശ്യമില്ല. അവളുടെ ജീവനും കൊണ്ടേ ഞാനിന്ന് തിരിച്ചു പോവുള്ളൂ. അബി അവിടെ നിന്ന് ഓടാൻ ശ്രമിച്ചു. എന്നാൽ ആൽബർട്ടിന്റെ കൈകൾ ഉയർന്നു താഴ്ന്നു പലവട്ടം. താൻ അറിഞ്ഞിരുന്ന, മനസ്സിലാക്കിയിരുന്ന ആൽബർട്ട് ഇമ്മാനുവലിൽ നിന്നും എത്രയോ മാറിപ്പോയി എന്നുള്ളത് ആ പ്രഹരങ്ങൾ അവൾ അറിയിച്ചു.
അവന്റെ അടി കൊണ്ടൊടുവിൽ അവൾ തളർന്നു വീണുപോയി. അവൾ അവിടെ ഉപേക്ഷിച്ച് ആൽബർട്ട് മുകളിലേക്ക് പോയി. അവിടെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട നിലയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അവൾ, ജെന്നിഫർ. അവളെ കണ്ടതും അവന്റെ കണ്ണുകൾ തിളങ്ങി. ആ കണ്ണുകളിൽ പക നിറഞ്ഞു. ആൽബർട്ടിനെ കണ്ടതും അവളുടെ കണ്ണ് മിഴിഞ്ഞു പുറത്തേക്ക്. വായ മൂടിക്കെട്ടിയ തുണിയിൽ ഉമിനീരിനോടൊപ്പം തേങ്ങലും കലർന്നിരുന്നു. കണ്ണുകൾ കൊണ്ട് അവൾ അപേക്ഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവനിലെ പകയുടെ തീയണക്കാൻ അതിനൊന്നും സാധിച്ചിരുന്നില്ല. പെട്ടെന്നായിരുന്നു ആൽബർട്ടിന്റെ കാൽ ശക്തമായ പ്രഹരമേറ്റത്. വേദന കൊണ്ട് അവനൊന്ന് കുനിഞ്ഞുപോയി. കാലുകളിൽ അമർത്തി പിടിച്ചുകൊണ്ട് അയാൾ മുന്നോട്ട് നോക്കിയതും കണ്ടു. കയ്യിൽ കമ്പിപ്പാറയുമായി നിൽക്കുന്ന അബീഗയിൽ. അവനെ ഏൽപ്പിച്ച മുറിവുകളുടെ ശേഷിയെന്നോണം അവിടെയുടെയായ രക്തത്തുള്ളികൾ ആ ശരീരത്തിലുണ്ട്. അയാൾക്ക് പ്രതിരോധിക്കാനാവുന്നതിന് മുമ്പ് തന്നെ തുടരെ തുടരെ ആ കമ്പിപ്പാറ ആ കാലുകളിൽ ഉയർന്ന് താഴ്ന്നു. ആൽബർട്ട് അവിടെ വീണുപോയി. അസഹനീയമായ വേദന എന്താണെന്ന് അയാൾ അറിഞ്ഞു. ജെനിയുടെ കെട്ടഴിക്കുമ്പോൾ അവൻ മുരണ്ടു. വിടില്ല, വിടില്ല ഞാൻ. അഭിചേച്ചി, ആളൊരു ഭയത്തോടെ വിളിച്ചു. പോ, ഇവിടുന്ന് വേഗം പോയി രക്ഷപ്പെടും, പോ. അതും പറഞ്ഞ് അവൾ അലറുകയും അവളെ പിടിച്ചുന്തുകയും ചെയ്തു. ഇടറുന്ന കാലുകളോടെ ജെനി മുടന്തി വീടിന് വെളിയിലേക്ക് എങ്ങനെയൊക്കെയോ എത്തിയിരുന്നു. ആൽബർട്ട് വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് അബിയുടെ കഴുത്തിൽ ആൽബിയുടെ കൈകൾ മുറുക്കി. ശേഷം അവൻ അലറിക്കൊണ്ട് ചോദിച്ചു, എന്തിനാ നീ എന്നോട് ഇങ്ങനെ ചെയ്ത്? അറിയോ നിനക്ക്? എനിക്ക് ആദ്യമായിട്ട് ജീവിതത്തിൽ കുറ്റബോധം തോന്നിയിരുന്നത് നിന്നോടായിരുന്നു അബി. അതിനൊക്കെ പകരം വീട്ടിയതല്ലേ നീ. നിനക്കിപ്പോ തൃപ്തിയായില്ലേ? നിന്റെ ദേഷ്യം എന്നോട് നീ തീർത്തു. ഇരുട്ടിൽ അയാളുടെ മുഖം വ്യക്തമായില്ലെങ്കിലും ആ സ്വരത്തിലെ പകയും വെറുപ്പും തിരിച്ചറിഞ്ഞിരുന്നു അബിഗയിൽ. ഞാൻ എന്തിനു നിങ്ങളോട് ദേഷ്യം തീർക്കണം? അതിന് എനിക്ക് നിങ്ങളോട് ദേഷ്യമുണ്ടോ? തളർന്ന സ്വരത്തിൽ അവൾ ചോദിച്ചു. നിന്റെ സ്നേഹം ഞാൻ നിരസിച്ചതിന്റെ ദേഷ്യമല്ലേ നിനക്ക്? നിങ്ങളോട് അന്നും ഇന്നും അതിന്റെ പേരിൽ ദേഷ്യം തോന്നിയിട്ടില്ല. അന്ന് നിങ്ങൾ ഞാൻ കണ്ടിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനായിരുന്നു. എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പാവം മനുഷ്യൻ. അതായിരുന്നു ആൽബർട്ട് ഇമ്മാനുവൽ. പക്ഷെ ഇപ്പൊ ഞാൻ എൻ്റെ മുന്നിൽ കാണുന്നത് ഒരു ക്രൂരനായിട്ടുള്ള കൊലയാളിയാണ്. അതെ, കൊലയാളിയാ. എല്ലാവരും ചേർന്ന് അങ്ങനെ ആക്കി എന്നെ. ആര്? അന്ന് ഏതോ പൊട്ടബുദ്ധിക്ക് ഞാൻ നിങ്ങൾക്കൊരു പ്രേമലേഖനം എഴുതിന്റെ പേരിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ നിങ്ങൾ അപമാനിച്ചു. പക്ഷെ അതുകൊണ്ട് നിങ്ങളെ ഞാൻ വെറുത്തില്ല. പകരം എന്നും ബഹുമാനമായിരുന്നു. ഇന്നൊരു തെറ്റും ചെയ്യാത്തൊരു പാവം പെണ്ണിനെ കൊല്ലാൻ ഇറങ്ങിയിരിക്കുന്ന കാണുമ്പോൾ അബിയൊന്നും മൗനമായി. ശേഷം പറഞ്ഞു, ഭ്രാന്ത നിങ്ങൾക്ക്? അതെ, ഭ്രാന്ത് തന്നെയാ. ആ ഭ്രാന്ത് എന്താണെന്ന് നിനക്കറിയോ? ആരാണെന്നറിയോ? സാരംഗി ഗ്രൂപ്പിന്റെ ഉടമ ദാസ് ദേവന്റെ മകൾ സാരംഗി ദാസ്. എന്റെ സാരംഗി. പറയുമ്പോൾ ആ മുഖത്ത് കഠിനമായ വേദനയുണ്ടായിരുന്നു. ആ പേര് കേട്ടതിന്റെ ഷോക്കിൽ അവളൊന്ന് തറഞ്ഞു നിന്നു. അപ്പോൾ അവൾക്ക് മനസ്സിലായി ആൽബർട്ട് വന്നിരിക്കുന്നത് അവളുടെ രക്തത്തിന് പകരം വീട്ടാനാണ്. പകരത്തിനു പകരം. അവൻ പറഞ്ഞു തുടങ്ങി. നീ നേരത്തെ പറഞ്ഞ മനുഷ്യ സ്നേഹിയുടെ ഹൃദയത്തിൽ കടന്നുകൂടിയവൾ. സോഷ്യൽ വർക്ക് പഠിക്കാനായിട്ട് വയനാട്ടിൽ നിന്ന് വന്നവൾ. ചുറ്റിലുള്ള എല്ലാ മനുഷ്യരും നന്നായിരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു പാവം പെൺകുട്ടി. നിന്നോടന്ന് പറഞ്ഞ് കുറച്ച് കൂടിപ്പോയി എന്നറിയാം. പക്ഷെ ആ കത്തന്ന് കണ്ട സാരംഗിയ. അവൾ അന്ന് തന്നെ അത് വായിച്ചെന്നെ കുറെ കളിയാക്കി. അവളല്ലാതെ മറ്റൊരു പെണ്ണെന്നെ ആഗ്രഹിക്കുന്നത് അതെനിക്ക് സഹിക്കാനാവില്ല. നിന്നോടന്ന് അങ്ങനെയൊക്കെ പറയാൻ കാരണം പിന്നീട് എന്നെ തനിച്ചിട്ടുന്ന സമയങ്ങൾ അതിൻ്റെ പേരിൽ തന്നെ അവൾ കുറെ വഴക്ക് പറഞ്ഞു. നിന്നോട് ക്ഷമ ചോദിക്കാനും പറഞ്ഞു. അങ്ങനെ ഞാൻ നിന്നോട് സോറി പറയാൻ വന്നപ്പോഴേക്കും നീ ആ നാട്ടിൽ നിന്നേ പോയില്ലേ. എൻ്റെ പ്രാണനായിരുന്നവൾ. ഒരു കുടുംബത്തിനെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ച് നീക്കിയില്ലേ ഇവര്. അവിടെ അച്ഛനും അമ്മയും പോയപ്പോ അത് ചെയ്ത ആരായാലും പുറത്തു കൊണ്ടുവരുന്ന വാക്കുകൊടുത്തായിരുന്നു ഞാൻ അവൾക്ക്. ഒടുവിൽ അവളെ എന്നിൽ നിന്ന് പറിച്ചെടുത്തില്ലേ ഇവര്. പറയുമ്പോൾ അവന്റെ ശബ്ദം ഇടറിയിരുന്നു. അപ്പൊ രവീന്ദ്രനെ കൊന്ന് നിങ്ങളാണോ? അബി ചോദിച്ചു. അവനല്ലേ അയാൾക്ക് വേണ്ടി മറ്റുള്ളവരെ കാലനാവുന്നത്. അവന്റെ കാലം ഞാനാവണമെന്ന് കരുതി. അതായിരുന്നു അവന്റെ വിധിയും. സന്തോഷം അവന്റെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. ഒടുവിൽ അയാൾക്കിട്ട് തന്നെ വെച്ച് ഞാൻ പറയുമ്പോൾ ഒടുവിൽ അയാൾക്കിട്ട് തന്നെ വെച്ചു ഞാൻ. പറയുമ്പോൾ ആൽബർട്ടിന്റെ കടൽ തീ ആളിക്കത്തി. അയാളുടെ മകളുടെ മാനവും ജീവനുമായിരുന്നു അവൻ എടുത്തത്. പോലീസുകാർക്ക് തൽക്കാലത്തിനൊരു പ്രതി. എല്ലാം ശരിയാണ്, നഷ്ടപ്പെട്ടൊന്നും നിങ്ങൾക്ക് തിരിച്ചിട്ടില്ലെന്നും അറിയാം. പക്ഷെ അവൾ ജെനി, അവളൊരു പാവ. അവൾ നിങ്ങളൊന്നും ചെയ്യരുത് പ്ലീസ്. ദാസിനും കുടുംബത്തിന് സംഭവിച്ചൊക്കെയും പുറത്തു വരും. അവൾക്ക് നീതി ലഭിക്കും, ഞാൻ നിങ്ങൾക്ക് ഉറപ്പുവരുന്നു. സ്വന്തം അപ്പനാണെന്ന് പോലും നോക്കാതെ അയാൾക്കെതിരെ തെളിവുകൾ കണ്ടെത്താൻ കൂടെ നിന്നവളാ അവള്. അവളുടെ അമ്മ ആശുപത്രിയിലും. പ്രതികാരം അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞില്ലേ? ആന്റണിയുടെ ജീവൻ നിങ്ങൾ എടുത്തില്ലേ? അവളെ ഒന്നും ചെയ്യരുത് പ്ലീസ്, ഒന്നും ചെയ്യരുത്. അതിനുള്ള ഉത്തരം ഒരു പൊട്ടിച്ചിരിയായിരുന്നു. അയാൾ ഉണ്ടാക്കിയതൊക്കെ അനുഭവിച്ചതാരാ? തള്ളക്കും മക്കൾക്കും അറിയായിരുന്നില്ലേ അയാൾ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന്? എന്റെ പ്രതികാരം തീരണമെങ്കിൽ, എന്റെ സാരംഗി കൊടുത്ത വാക്ക് ഞാൻ പാലിക്കണമെങ്കിൽ അയാളുടെ കുടുംബത്തെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കണം. അതിന് തന്നെയാണ് ഞാൻ പോകുന്നത്. ആൽബർട്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അപ്പോഴും ജെനി സുരക്ഷിതമായി എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവുമെന്ന ആശ്വാസത്തിലായിരുന്നു അബീഗയിൽ. എനിക്കെന്റെ ലക്ഷ്യം പൂർത്തിയാക്കണം. അതിനെനിക്ക് ഇവിടുന്ന് പോയേ മതിയാവൂ. അതിനൊരു തടസ്സമായിട്ട് നീ മുന്നിൽ നിൽക്കരുത് അബി.
സമനില തെറ്റി നിൽക്കുന്നവനാ ഞാൻ. അവസാനമായി പറയുക, മുന്നിൽ നിന്ന് മാറിക്ക്, എനിക്ക് പോയേ മതിയാവൂ എന്നും പറഞ്ഞ് അവളെയും തള്ളി മാറ്റിയിരുന്നവൻ തലച്ചോറ് അപായ സൂചന നൽകുന്നതിന് മുമ്പായി അത് സംഭവിച്ച് കഴിഞ്ഞിരുന്നു. ആ വീടിന്റെ അടുത്തെത്താറായതും മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. അരുതാത്തെന്തോ നടക്കാൻ പോകും പോലെ. വഴിയിൽ ആരോ കിടക്കുന്ന പോലെ വണ്ടി നിർത്തി ഇറങ്ങിച്ചെന്നു. ഒരു സ്ത്രീയാണ്. കാലിൽ നിന്ന് കൊഴുത്ത രക്തമൊഴുകുന്നുണ്ട്. അവരൊന്നുകൂടെ അടുത്തേക്ക് ചെന്ന് നോക്കി വിറച്ചുപോയി അവൻ. ജെനി! അവിടെ ഇരുന്ന് അവളെ മടിയിലേക്ക് എടുത്ത് തട്ടി വിളിച്ചു. കണ്ണു തുറക്കുന്നില്ല, പക്ഷെ ജീവനുണ്ട്. ജോണേ! അവൻ അലറി. ഉടനെ ജോണച്ചൻ അങ്ങോട്ട് ഓടിയെത്തി. അപ്പൊ എന്റെ അഭി? ജെനിയെ ജോണിനെ ഏൽപ്പിച്ച് ജോനാഥൻ ആ ഇരുട്ടിലേക്ക് ഓടിയിരുന്നു, തന്റെ പ്രിയപ്പെട്ടവളെ തേടി. ഫോണിന്റെ ഇത്തിരിവട്ടത്തിൽ താൻ ആദ്യം കണ്ടത് തുറിച്ചു നോക്കുന്ന ആ തിളക്കമുള്ള 2 കണ്ണുകളെയാണ്. ആ കഴുത്തിൽ അമർന്നിരിക്കുന്ന അവന്റെ ദൃഢമായ കൈകൾ. അത് കണ്ടതും ജോനാഥന്റെ സമനില തെറ്റി. തന്റെ ഹൃദയം പറിച്ചെടുക്കുന്ന പോലെ തോന്നി ജോനാഥന്. അവളുടെ മേലേക്ക് മുഴുവൻ ഭാരം കൊടുത്തിട്ടാണ് ആൽബർട്ട് കഴുത്തിൽ കൈകൾ അമർത്തിയത്. എന്റെ മുഴുവൻ ശക്തിയും പ്രയോഗിച്ച് അയാളെ പിടിച്ചു മാറ്റി. കയ്യിൽ കിട്ടിയ ഫ്ലവർ വേസ് എടുത്ത് ജോനാഥൻ ആൽബർട്ടിന്റെ തലയിലടിച്ചതും അവൻ വേദന കൊണ്ട് അലറി. ആൽബർട്ട് നെരുങ്ങിക്കൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ കാലുകളിൽ അവൾ നേരത്തെ ഏൽപ്പിച്ച മുറിവ് കാരണം അതിന് സാധിക്കുന്നില്ല. ആൽബർട്ട് ആ വേദനക്കിടയിലും അവളെ നോക്കി. അവളുടെ കണ്ണുകൾ അടങ്ങിയിരിക്കുന്നു. കണ്ണു വലിച്ചുറന്നും താനിപ്പോൾ എവിടെയാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. കുറച്ച് സമയമെടുത്തു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ. ഡോക്ടറെയും മാലാഖമാരെയും കണ്ടപ്പോഴാണ് അത് ആശുപത്രിയാണെന്ന് മനസ്സിലായത്. തന്റെ ജീവനും ജീവിതവുമെല്ലാം ആ രാത്രി അവസാനിച്ചു എന്നാണ് കരുതിയിരുന്നത്. കാണാൻ ഏറെ കൊതിച്ച മുഖമുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഹൃദയം നിറഞ്ഞൊരു ചിരി തന്റെ ചുണ്ടുകളിൽ വിരിഞ്ഞു. ആ ക്ഷീണിച്ച മുഖവും കറുപ്പ് വളരുന്ന കൺതടങ്ങളും അവളെ വേദനിപ്പിച്ചു. കണ്ണുകളിൽ നിന്ന് നിറഞ്ഞു തൂവുന്ന കണ്ണുനീർത്തുള്ളികൾ വീഴുന്നത് തന്റെ ഹൃദയത്തിലേക്കാണെന്ന് തോന്നി അബിക്ക്. ഞാൻ മരിച്ചു പോകുന്നു കരുതിയോ? ചെറുപുഞ്ചിരിയോടെ തന്നെയാണ് അവൾ അത് ചോദിച്ചത്. മുഖത്തെ ഭാവം എന്തായിരുന്നു? ദയനീയതയും നിസ്സഹായതയും ആ മുഖത്ത് അവൾ കണ്ടു. ജോനാഥനൊന്നും പറഞ്ഞില്ല. അവളുടെ കൈകൾ തലോടിക്കൊണ്ടിരുന്നു. അടുക്കളയിൽ നിന്ന് ഉയരുന്ന പാത്രങ്ങളുടെ ശബ്ദം കേട്ട് അവൾ തലയിൽ കൈവച്ചു പോയി. ആ ശബ്ദങ്ങളോട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ജോനയുടെ ശബ്ദം. അന്ന് രാത്രി താൻ കാണിച്ച് വിശദീകരിച്ച് പറയുകയാണ്. സത്യത്തിൽ ഈ വഴക്കും തന്നെ ഉള്ള സ്നേഹം കൊണ്ട് തന്നെയാണെന്ന് അറിയാമായിരുന്നു അബിഗയിലിന്. എന്നാൽ കുറെ ദിവസങ്ങളായി ഇത് തന്നെയാണ് പല്ലവി. ആശുപത്രിയിൽ വെച്ച് മൗനമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ വഴക്ക് പറയാനാണോ എന്ന് തോന്നിപ്പോയി അവൾക്ക്. എന്റെ പൊന്നു ജോന, ഒന്ന് നിർത്ത്, ഇത് കുറെ നേരമായാലും തുടങ്ങിയിട്ട്. കേട്ടതും അടുക്കളയിൽ നിന്നും പാഞ്ഞു വന്നിരുന്നവൻ. നിർത്തൂല, അതെന്റെ പൊന്നുമോൾ വിചാരിക്കണ്ട, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തായിരുന്നു എന്നിട്ട് ആശുപത്രി വെച്ച് അവിടെ ഒരു കോപ്പിലെ ഡയലോഗ്? അവിടെ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്ഷമിച്ച്. അത് കേട്ടത് അവൾ മുഖവും വീർപ്പിച്ച് TV വെച്ചു. ന്യൂസ് ചാനലിൽ ആൽബർട്ടിനെ കാണിക്കുന്നുണ്ട്. അവളുടെ മനസ്സ് അസ്വസ്ഥമായി. അന്ന് രാത്രി ബാൽക്കണിയിൽ ഇരിക്കുമ്പോൾ കണ്ണുകൾ വീണ്ടും പോയത് ആ സെമിത്തേരിയിലേക്കാണ്. ആ പാട്ടുകാരന്റെ ആത്മാവ് തന്നെ ഒരു ശല്യമായി കരുതുന്നുണ്ടാവുമോ? പ്രണയം ഒരു വലിയ മണ്ടത്തരമായിട്ടാണ് താൻ ഇത്രയും നാൾ കരുതിയിരുന്നത്. അതിന് കാരണം ആൽബർട്ടിൽ നിന്നുണ്ടായ തിരസ്കരണവും തന്നെ നിഷേധിച്ചതിനേക്കാൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിതയായതിന്റെ ദുഃഖവും അതായിരുന്നു തന്നെ പ്രണയവിരോധിയാക്കിയത്. എന്നാൽ ആ അപമാനം പോലും പ്രണയത്തിന്റെ മറ്റൊരു തലമായിരുന്നു. അവന്റെ പ്രണയം ഭ്രാന്തമായിരുന്നു. ആ അഗ്നിയിൽ എരിഞ്ഞുപോയൊരു പ്രാണി മാത്രമായിരുന്നു താൻ. ഇന്ന് തന്റെ പ്രണയത്തിന് ആ മുഖമല്ല. ജോനാഥനെ കുറിച്ച് ഓർക്കുമ്പോൾ ഹൃദയത്തിലൊരു തണുപ്പ് പടരുന്ന പോലെ തോന്നി. ജീവശ്വാസം ഒഴുകിയെത്തുന്ന വേണുനാഥം പോലെയാണ് അയാളുടെ പ്രണയം. തലയിൽ ആരോ തലോടിയപ്പോഴാണ് താൻ ചിന്തകളിൽ നിന്നുണർന്നത്. എന്താണ് ടീച്ചറെ, പാട്ടുകാരന്റെ ആത്മാവിനെ നോക്കിയിരിക്കുകയാണോ? അയാളുടെ ആത്മാവിന് ഒരു പ്രൈവസിക്ക് കൊടുക്കാൻ കേട്ടോ. ഇതിപ്പോ ഏത് നേരം അങ്ങോട്ട് നോക്കിയിരിക്കല്ലേ നീ? അപ്പൊ പിന്നെ കാമുകി കാണാൻ പുള്ളിക്കാരൻ എങ്ങനെ വരും? സാറ് തമാശതാവല്ലയോ? ആളൊരു പുച്ഛത്തോടെ ചോദിച്ചു. അതിനൊരു ചിരിയായിരുന്നു അവന്റെ മറുപടി. അത്രമേൽ മനോഹരമായൊരു പുഞ്ചിരി. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ വേണ്ട, അതുകൊണ്ട് എന്താണ് ഈ സുന്ദരമായ മുഖത്തൊരു വാട്ടം? നിന്റെ ആ പഴയ കൃഷി നോർത്തിട്ടാണോ? അവനെ ചിരിച്ചുകൊണ്ടാണ് ചോദിച്ചെങ്കിലും കേട്ടപ്പോൾ അവളുടെ മുഖഭാവം മാറി. കർത്താവ്, ഞാനൊരു തമാശ പറഞ്ഞ പെണ്ണേ. എന്നാലും അവൻ ആ ആൽബർട്ട് റിജക്ട് ചെയ്തോണ്ടല്ലേ നിനക്ക് പ്രണയത്തിനോട് വിശ്വാസമില്ലാതായത്? അന്ന് എനിക്ക് കുറച്ച് സങ്കടമായി, അത് ശരിയാ. പക്ഷെ ഇന്ന് അതിനേക്കാൾ മൂല്യമുള്ളതിന് എനിക്ക് കർത്താവ് തന്നു. അതിൽ ഞാൻ ഹാപ്പിയാ. അവളിൽ നിന്ന് ആ വാക്കുകൾ കേട്ടതും ജോനാഥന്റെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ അതല്ല ജോന, എനിക്കിപ്പോൾ ആൽബർട്ടിന്റെ കാര്യം ചിന്തിക്കുമ്പോൾ സങ്കടം വരിക. എന്തിനു നിനക്ക് സങ്കടം? അവന് നിന്നെ കൊല്ലാൻ പറ്റാതിരുന്നില്ല. ജോനാഥന്റെ മുഖം വലിഞ്ഞു മുറുകി. ഇങ്ങനെ ദേഷ്യപ്പെടാതെ. എന്തൊക്കെ പറഞ്ഞാൽ ആൽബർട്ട് നല്ല മനുഷ്യനായിരുന്നു. സാരംഗിയുടെ മരണല്ലേ അയാൾ ഇങ്ങനെ ആക്കിയത്. പക്ഷെ ഞാനിപ്പോൾ ഓർക്കുന്ന അയാളുടെ അമ്മയെ പറ്റിയ ഒരു പാവം സാധു സ്ത്രീയാ. മേഴ്സിയമ്മച്ചി വിളിച്ചിരുന്നു. ആ പാവത്തിന് തീരെ വയ്യ. സാരംഗി പോയതോടെ ആ അമ്മയ്ക്ക് മകനെയും നഷ്ടപ്പെട്ടു. എല്ലാവർക്കും നന്മ മാത്രം വരണമെന്ന് ആഗ്രഹിച്ച് നന്മകൾ ചെയ്ത് നടന്നിരുന്ന ആ നല്ല മനുഷ്യനും എങ്ങനെ ഇങ്ങനെ സ്വന്തം അമ്മയൊന്നും തിരിഞ്ഞു നോക്കാതെ പ്രതികാരത്തിന് ഇറങ്ങാൻ കഴിയും? ചോദിക്കുമ്പോൾ അവിടെ മനസ്സ് വിടഞ്ഞു. ഈ പ്രണയവും പകയും മനുഷ്യനെ അന്ധമാക്കുന്നു എന്നല്ലേ പറയാറ്? വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം, എന്നിട്ട് കിടക്കാം. നാളെ രാവിലെ എനിക്കൊരിടം വരെ പോവാനുള്ളതാ. പിന്നെ അനുചേച്ചി രാവിലെ വരും, ജോനാഥൻ പറഞ്ഞു. ഏയ് വേണ്ട ജോന, അത് കുഴപ്പമില്ല, ഞാനിവിടെ ഇരുന്നോളാം. അത് വേണ്ട, അങ്ങനെ ഇവിടെ നീ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട. ചേച്ചി വന്നോളൂ, എന്നെ കുറച്ച് മുന്നേ വിളിച്ചിരുന്നു. പറഞ്ഞ പോലെ തന്നെ രാവിലെ അനുരാധ എത്തിയിരുന്നു.
ജെന്നിഫറുടെ അമ്മ ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു. അനുരാധ തിരക്കി. ഇല്ല, 2 ദിവസം കഴിയും. ജീവൻ തിരിച്ചിട്ട് തന്നെ മഹാഭാഗ്യം. നിന്നെ ആബ വിളിക്കാറുണ്ടോ? അവനിപ്പോഴും ചേച്ചിയെ വേണ്ട, എന്നെ വിളിക്കാറൊന്നുമില്ല. ഹോസ്പിറ്റലിൽ അവനുണ്ടായിരുന്നു, അത് തന്നെ അത്ഭുതം. ഇങ്ങോട്ട് വരുമ്പോഴും ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ അനുരാധയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്നാൽ അത് പുറത്ത് കാണിക്കാതെ അവൾ ചോദിച്ചു, ഓ, അവൻ്റെ ഭാര്യ മരണത്തിൽ നിന്ന് രക്ഷിച്ചല്ലേ നീ? എന്നിട്ട് ഇപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഇപ്പം കുഴപ്പമൊന്നുമില്ല. കാലിന് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. അനുരാധയൊന്ന് മൂളി. പെട്ടെന്നായിരുന്നു ഫോൺ ബെല്ലടിച്ച്. ലില്ലിയാണല്ലോ. ഹലോ, എന്താ ലില്ലി? അബി, നീ ന്യൂസ് കണ്ടോടി? ഇല്ല, എന്താ കാര്യം? എന്നാ പോയി നീ ന്യൂസ് വെച്ച് നോക്ക്. അവൻ പറഞ്ഞ് ഫോൺ ഇട്ടായി. എന്താടി, ആരാ വിളിച്ചേ? ആ ലില്ലിയായിരുന്നു. കാര്യം എന്താണെന്ന് വ്യക്തമായി പറഞ്ഞില്ല. ന്യൂസ് വെച്ച് നോക്കാൻ പറഞ്ഞു. അതും പറഞ്ഞ് അവൾ TV ഓണാക്കി ന്യൂസ് ചാനൽ വെച്ചു. കൊലപാതക പറമ്പിൽ പുതിയ വഴിത്തിരിവെന്ന ഹെഡിങ് കാണിക്കുന്നുണ്ട്. വാർത്ത കണ്ട അഭിയാനവും ഞെട്ടിയിരുന്നു. ദാസ് ദേവന്റെയും കുടുംബത്തിന്റെയും കൊലപാതകം വർഷങ്ങൾക്ക് ശേഷം പുറത്തു വന്നിരിക്കുന്നു. അവരുടെ ഫോട്ടോസ് കാണിക്കുന്നുണ്ട്. കൂടെ അഡ്വക്കേറ്റ് നയോമിയുടെയും. ജോനാഥൻ തെളിവുകളൊക്കെയും പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നു. അവരോട് സംസാരിക്കുന്ന അവന്റെ ദൃശ്യങ്ങളും കാണിക്കുന്നുണ്ട്. അവന്റെ മുഖത്ത് തന്റെ ലക്ഷ്യം പൂർത്തിയാക്കിയതിന്റെ ആത്മസംതൃപ്തി. ഒപ്പം ആ മനസ്സിൽ ഇത്രയും കാലം ഒളിഞ്ഞിരുന്ന വേദന അബീഗയിലിനെ കാണാൻ സാധിച്ചു. അന്ന് മുഴുവനും ഇത് തന്നെയായിരുന്നു എല്ലാ വാർത്താ ചാനലുകളിലും ഹോട്ട് ന്യൂസ്. ദാസിനെ നഷ്ടപ്പെട്ടു പോയ രേഖകളെല്ലാം ജോനാഥൻ കണ്ടെത്തിയിരിക്കുന്നു. രവീന്ദ്രനൊപ്പം ഉണ്ടായിരുന്ന ഗുണ്ടകൾ പലരും ഇന്ന് ഒളിവിലാണ്. 2 പേരെ പോലീസ് നേരത്തെ പിടിച്ചു. ഡ്രൈവർ അനൂപിന്റെ കൊലപാതകമടക്കെല്ലാം പുറത്തു വന്നു. ജോനാഥൻ അബി വിളിച്ചെങ്കിലും കോൾ എടുത്തില്ല. അടുത്ത ദിവസം മാത്രമേ വരാൻ സാധിക്കുന്ന മെസ്സേജ് മാത്രം അവളെ തേടിയെത്തി. പിറ്റേന്ന് പോലീസ് അനൂപിനെ മറവ് ചെയ്തെടുത്ത് നിന്ന് അയാളുടേതെന്ന് തോന്നിപ്പിക്കുന്ന ശരീരാവശിഷ്ടങ്ങൾ കണ്ടെടുത്തു. ആ ദിവസവും ജോനാഥൻ വീട്ടിലേക്ക് വന്നില്ല. പിറ്റേന്ന് രാവിലെ ജോനയുടെ കൂടെ മറ്റൊരാൾ ഇങ്ങോട്ട് വന്നിരുന്നു. അന്ന് താൻ കാണാതെ പോയ ഗുംസ്തൻ സുകുമാരൻ. മോൾ അന്ന് എന്നെ കാണാൻ വന്നപ്പോൾ ഞാനൊന്നും പറയാതിരുന്നതിൻ്റെ കാരണം അഭിമോൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. എല്ലാ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ളത് ഇവന് വാശിയായിരുന്നു. അതിന് ഇവനെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അതാ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി, അയാൾ പറഞ്ഞു. അപ്പോൾ തന്നെ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടും സമ്മതിച്ചില്ല. ഉച്ചയ്ക്ക് ലഞ്ചും കൂടെ കഴിഞ്ഞാണ് ഞങ്ങൾ അദ്ദേഹത്തെ സന്തോഷപൂർവ്വം യാത്രയാക്കിയത്. അന്ന് രാത്രി പതിവ് പോലെ അവർ 2 പേരും ബാൽക്കണിയിൽ നിന്ന് സെമിത്തേരിയിലേക്ക് നോയിക്കൊണ്ട്, ആ ഡോക്യുമെന്റ് എല്ലാം ജോൻ എങ്ങനെ ഒപ്പിച്ചു? എന്നോട് അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അവന്റെ മുഖത്ത് നോക്കാതെ തന്നെയാണ് അവളെ ചോദിച്ചത്. നീ അല്ലെങ്കിൽ തന്നെ ആ വിചാരത്തിലായിരുന്നല്ലോ. നടപ്പിരിപ്പും എന്തിന് കിടപ്പ് പോലും. ധൃതി കൂട്ടി ചെയ്യേണ്ട കാര്യമൊന്നല്ലല്ലോ ഇത്. എന്നാൽ ആ ഡോക്യുമെന്റ്സ് എല്ലാം പണ്ടേ ആന്റണി നശിപ്പിച്ചിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയത്. അയാളുടെ ഒരു മെയിൻ സ്വിച്ച് ഉണ്ടായിരുന്നു ദാസിന്റെ കമ്പനിയിൽ, ഒരു മഹേന്ദ്രൻ. അയാൾ സൂക്ഷിച്ചിരുന്നാണ് ഇതൊക്കെ. ആവശ്യം വന്ന് അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വെച്ചിരുന്ന ഒരു കച്ചിത്തിനും പോലെ. കാലം അയാളോടും കണക്ക് വീട്ടി. സ്വന്തം കുടുംബം തന്നെ നഷ്ടപ്പെട്ട് കുറ്റബോധം കൊണ്ട് ജീവിക്കുകയായിരുന്നു ഇത്രയും കാലം. പിന്നെ ദാസിന്റെ കമ്പനിയിലെ സ്റ്റാഫുകൾ ഞാൻ ആദ്യമേ നോട്ട് ചെയ്തിരുന്നു. എന്റെ ശ്രമം വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഒടുവിൽ എന്റെ നയോമക്ക് നീതി ലഭിച്ചു. പറയുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ അവരുടെ കണ്ണുകളും നിറഞ്ഞു. അവനെ തന്നെ മാറോട് ചേർത്ത് പിടിക്കുകയും നെറ്റിയിൽ ചുംബിക്കുകയും ചെയ്തു അബീഗയിൽ. താൻ എന്തൊക്കെ അബദ്ധങ്ങളാണ് ചെയ്തു കൂട്ടിയത്. എന്നാൽ ജോൻ എത്ര സമർത്ഥമായിട്ടാണ് കാര്യങ്ങളൊക്കെ നീക്കിയത് അവൾ മനസ്സിലോർത്തു. പുറത്ത് കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടപ്പോൾ വാതിൽ തുറന്നപ്പോൾ മുന്നിൽ നിൽക്കുന്നയാളെ കണ്ട അവൾ അമ്പരന്ന് പോയി. താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ മുഖം കൺമുമ്പിൽ നിൽക്കുന്നു. ചേച്ചി, അവൾ അമ്പരപ്പോടെ വിളിച്ചു. ജോനാഥനില്ലേ? ഉണ്ട് ചേച്ചി, കയറിയിരിക്കെ, ഞാൻ വിളിക്കാം. ആരാണോ വന്ന്? ആ മാധവ നമ്പരുടെ മകളാ. ജോനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വാ. ഞങ്ങൾ ഒരുമിച്ച് അവരുടെ അടുത്തേക്ക് നടന്നു. ആ ചേച്ചി, എന്തെങ്കിലും വിശേഷം? മാധവേട്ടനും സുഖമാണോ? അവൻ അവരോട് ചോദിച്ചു. സുഖമായിരിക്കും. എല്ലാ കഷ്ടപ്പാടിൽ നിന്ന് അച്ഛൻ രക്ഷപ്പെട്ടു പോയി. എന്നെ തനിച്ചാക്കി അച്ഛനങ്ങ് പോയി. പറയുമ്പോൾ അവർ വിതുമ്പിപ്പോയി. ചേച്ചി, അബി അവരുടെ ചുമലിൽ കയ്യമർത്തി. സോറി ചേച്ചി, ഞങ്ങൾ അറിഞ്ഞില്ല. ജോനാഥൻ സങ്കടത്തോടെ പറഞ്ഞു. ഒന്ന് കാണുന്നുണ്ടായിരുന്നു, അതാ വന്ന്. നിങ്ങളന്ന് പറഞ്ഞെല്ലാം കള്ളായിരുന്നു എനിക്ക് മനസ്സിലായി. അച്ഛൻ നിങ്ങളെ സഹായിച്ചിട്ടില്ലെന്ന് TV-യിൽ ഞാനെല്ലാം കണ്ടു. ഞങ്ങൾ അനുഭവിച്ചൊക്കെ അച്ഛൻ്റെ തെറ്റുകൊണ്ടാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. പക്ഷെ അന്ന് നിങ്ങളെന്തിനേക്ക് പൈസ ഒന്ന് സഹായിച്ച്? അതിന് പകരം നിങ്ങൾക്ക് ഞങ്ങളോട് വെറുപ്പല്ലേ തോന്നേണ്ടിയിരുന്നത്? എന്തിനാ ചേച്ചി ഞങ്ങൾക്ക് നിങ്ങളോട് വെറുപ്പ്? ചേച്ചിയുടെ അച്ഛൻ, അതായത് മാധവേട്ടനൊരു തെറ്റ് ചെയ്തു, അത് ശരി തന്നെ. പക്ഷെ അദ്ദേഹത്തിന് അതിൽ മനസ്താപം ഉണ്ടായിരുന്നു. എന്നെ നയോമയെ കണ്ട് തെളിവുകൾ നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ സംഭവിച്ച്. ഒരു തെറ്റും ചെയ്യാതെ ചേച്ചി ഒത്തിരി അനുഭവിച്ചല്ലേ. അന്ന് ഞാൻ പൈസ തരുമ്പോൾ ചേച്ചിയിൽ ഞാൻ എന്നെ തന്നെയാണ് കണ്ടിരുന്നത്. അതുകൊണ്ടാണ്. ജോനാഥൻ പറഞ്ഞതും അവർ കുറച്ച് നോട്ടെട്ടുകൾ എടുത്തു. ഇത് കുറച്ച് പൈസയാണ്, മുഴുവൻ തരാൻ എൻ്റെ കയ്യിലില്ല. നിങ്ങളിത് വാങ്ങണം. ആ പൈസ ഞാൻ അറിയാതെ വാങ്ങിപ്പോയതാ. എനിക്കത് വാങ്ങാനൊരു അർഹതയുമില്ല. അത് കേട്ട് ജോനാഥൻ ചിരിച്ചു. ഞാൻ എൻ്റെ സ്വന്തം ചേച്ചി പോലെ കണ്ടിട്ടാ ആ പൈസ എന്ന്. അതിൽ കൂടുതൽ എന്താ അർഹതയാ വേണ്ടത്? ഞാൻ കഷ്ടപ്പെട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഇതുപോലെ ഒരുപാട് പേര് എനിക്ക് പൈസ ഒന്ന് സഹായിച്ചിട്ടുണ്ട്. എനിക്ക് പൈസ ഉണ്ടായപ്പോൾ ഞാനത് ചേച്ചിക്ക് തന്നു. ചേച്ചിന് ഇത് മറ്റാർക്കെങ്കിലും കൊടുത്താൽ മതി. അതേ ചേച്ചി.
അബി അതെന്നെ പറഞ്ഞു. അത് കേട്ടതും അവർ മുഖം അമർത്തി തുടച്ചു. എൻ്റെ വിവാഹം അടുത്ത ആഴ്ച. ആഹാ, കൺഗ്രാചുലേഷൻ. അവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ ആശംസിച്ചു. വീടിനടുത്തുള്ള ആളാ, ഗൾഫുകാരൻ. കുടുംബം നോക്കി വന്നോ പ്രായം കടന്നുപോയ ഒരു പാവ മനുഷ്യൻ. നിങ്ങൾ രണ്ടുപേരും വരണം. എനിക്ക് പറയാനും ക്ഷണിക്കാനും ഇപ്പം നിങ്ങളല്ലാതെ ആരുമില്ല. ഞങ്ങൾ തീർച്ചയായിട്ടും വരും പറഞ്ഞ ജോനാഥനായിരുന്നു. അതെ ചേച്ചി, ഞങ്ങൾ വരും. അവൾ അതിനെ അനുകൂലിച്ചു. കേട്ടപ്പോൾ ഞങ്ങൾക്കും സന്തോഷമായിരുന്നു. നല്ലൊരു ജീവിതം ചേച്ചിക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞു. ഭക്ഷണം കഴിച്ചിട്ട് പോവായെന്ന് പറഞ്ഞിട്ടും ഞങ്ങളുടെ സൽക്കാരങ്ങളൊന്നും സ്വീകരിക്കാതെ ആ സ്ത്രീ നടന്നു പോകുന്ന ഒരു നിർവികാരതയോടെ ഞങ്ങൾ നോക്കി നിന്നു. എന്തിനാവും ജെനി അങ്ങോട്ടേക്ക് വിളിച്ച്? അവൻ ആ വീട്ടിലേക്ക് പോകുന്ന വഴി അബിയോട് ചോദിച്ചു. എനിക്കറിയില്ല എന്താ കാര്യമെന്ന്. ഈ പ്രാവശ്യം വാതിൽ തുറന്ന് ഞങ്ങൾ അകത്തേക്ക് ക്ഷണിച്ച ആബയാണ്. അവനിൽ ചില മാറ്റങ്ങളിൽ അബി ശ്രദ്ധിച്ചു. അവന് ഞങ്ങൾ അഭിമുഖീകരിക്കാൻ മടിയുള്ള പോലെ. കാലം അവനിൽ മാറ്റങ്ങൾ തീർത്തതോ അതോ തന്റെ അഹങ്കാരിയായിരുന്ന ആ മനുഷ്യൻ ഇന്ന് ഭൂമിയിലില്ലെന്നുള്ള തിരിച്ചറിവോ? എന്നാൽ ജോനയിൽ ഒരു മടി ഉണ്ടായിരുന്നില്ല. അത്രയും ഭംഗിയായിട്ടാണ് അവനോട് ഇടപഴകിയത്. അതിനുശേഷം ജെനിയുടെ അമ്മയുടെ മുറിയിലേക്കാണ് ആദ്യം പോയത്. എന്തോ ആലോചനയിൽ മുഴിയിരിക്കുന്ന പോലെയായിരുന്നു അവരുടെ മുഖഭാവം. കട്ടിലിന്റെ അടുത്തായി വീൽ ചെയറിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കഴുത്തിലേറ്റ കുത്തിൽ ഞരമ്പുകൾ ക്ഷതം സംഭവിച്ചിരുന്നു. അത് അവരുടെ അരക്ക് താഴേക്ക് തളർത്തുകയും ചെയ്തിരിക്കുന്നു. ജെനി വിളിച്ചപ്പോൾ അവർ തല ഉയർത്തി നോക്കി. അബി അല്പസമയം അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ആബിയുടെ ആലോചന മുതൽ തന്നെ തന്നോട് അവജ്ഞയോടെ മാത്രം നോക്കിക്കണ്ടിരുന്ന സ്ത്രീയാണിവർ. ഇന്ന് അവരിൽ പഴയ അഹങ്കാരം കാണാനില്ല. ആന്റണിയുടെ പണത്തിന്റെ മാത്രമല്ല പാപത്തിന്റെ പങ്കും അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. ജെനി എന്നെ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ മെലിഞ്ഞ് ക്ഷീണം പിടിച്ചെടുക്കുന്ന മറ്റൊരു രൂപം. അവൾ സംശയത്തോടെ ജെനിയെ നോക്കി. ചെല്ല്, ജെനി പറഞ്ഞു. അബി അങ്ങോട്ടേക്ക് ചെന്ന് കട്ടിലേക്ക് ഇരുന്നു. ആ രൂപം കണ്ണു തുറന്ന് അവളെ നോക്കി. പിന്നെ എഴുന്നേറ്റിരുന്നു. അതാരാണെന്ന് മനസ്സിലായതും അവളുടെ കണ്ണ് നിറഞ്ഞു. സാറാമ്മ, അബിമോളെ. പഴയ സാറാമ്മയിൽ നിന്ന് ഇപ്പോൾ എത്രയോ മാറിയിരിക്കുന്നു. ചുറുചുറുക്കോടെ ഓടി നടന്ന സ്ത്രീയാണ് ആൽബർട്ടിന്റെ അമ്മ. ആ അമ്മയുടെ മകളായിട്ട് വരുന്ന സ്വപ്നം കണ്ടിരുന്ന നാളുകൾ. ഇന്ന് അവർക്ക് ഒത്തിരി പ്രായമുള്ള പോലെ അവശയായിരുന്നവർ. ഈ അമ്മയോട് ക്ഷമ പറയാൻ പോയതാ ഞാൻ. അറിഞ്ഞോ അറിയാതെ അമ്മയുടെ മകനോട് ഞാൻ ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കാൻ. എനിക്കവിടെ ഉപേക്ഷിച്ച് വരാൻ തോന്നിയില്ല. എൻ്റെ പപ്പ കാരണമല്ലേ അമ്മ തനിച്ചായത്. ആദ്യമൊന്നും കൂടെ വരാൻ സമ്മതിച്ചിരുന്നില്ല. പിന്നെ ആപ്പ പറഞ്ഞ് സമ്മതിപ്പിച്ചു. അങ്ങനെയാ. ജെനി വിശദീകരിച്ചു. ഞാൻ അങ്ങനെ ആരുമില്ലാത്തവളായി. അവൻ കാരണം മോൾ അവിടെ നിന്നും പോയതെന്ന് ഞാൻ അറിഞ്ഞു. അന്ന് അവനെ കുറേ വഴക്ക് പറഞ്ഞു. പക്ഷെ അവന് മറ്റേ കൊച്ചെന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. അമ്മയെ കാണാനുള്ള ശക്തിയില്ലായിരുന്നു. അതാ ഞാൻ. മോൾ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല. എൻ്റെ മോന് ഇഷ്ടപ്പെട്ട കൊച്ചു പോയതോടെ അവനെ എനിക്ക് നഷ്ടമായി. പിന്നെ ഭ്രാന്ത് പിടിച്ച പോലെയായിരുന്നു അവൻ. സമയത്തിന് വീട്ടിൽ വരില്ല. വന്നാൽ തന്നെ വാതിലടച്ച് മുറിയിലിരിക്കും. എന്നോടും മിണ്ടില്ല. പറയാതെ ഇറങ്ങിപ്പോവും. പറയുമ്പോൾ അവരുടെ കണ്ണ് നിറഞ്ഞിരുന്നു. ഞാൻ അങ്ങനെ ആരുമില്ലാത്ത അനാഥയായി. പ്രണയവും പകയും കൊണ്ട് അന്ധനായിപ്പോ ഒരു മനുഷ്യനായി ഇപ്പൊ അമ്മയുടെ മകൻ. അന്നിൻ്റെ ഒരു പൊട്ടബുദ്ധി. ജോനെ അവൾ അവർക്ക് പരിചയപ്പെടുത്തി. കുറെ നാളുകൾക്ക് ശേഷം ഒറ്റപ്പെടലിൽ നിന്ന് പുറത്തു വന്ന പോലെ അവർക്ക് തോന്നി. അവൾക്കൊപ്പം ജോനയെ കണ്ടപ്പോൾ അവൾക്ക് ചേർന്ന് ഇണാവൻ തന്നെയാണെന്ന് ആ അമ്മയ്ക്ക് തോന്നി. അവർക്ക് നേരിയൊരു വേദന തോന്നി. അന്യമതസ്ഥനായ അവളേക്കാൾ അബിഗയിൽ തന്റെ മകൻ ഇണയായി വരണമെന്ന് അവരിലെ സ്വാർത്ഥയായ അമ്മ ആഗ്രഹിച്ചിരുന്നു. സാരംഗിയുടെ മരണശേഷം ഒരുപക്ഷെ അബിഗയിൽ മകന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ജീവിതത്തിലേക്ക് അവൻ മടങ്ങി വരുമെന്ന് അവർക്ക് തോന്നിയിരുന്നു. മേഴ്സിയെ കാണുമ്പോഴെല്ലാം അവളെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. എന്നാൽ അബിഗയിൽ മടങ്ങി വന്നില്ല. മകൻ നഷ്ടപ്പെടുകയും ചെയ്തു. അവരിലെ വേദന അവളിൽ നിന്നും മറച്ചു വെച്ചു. സോറി ചേച്ചി, ഞാൻ ചേച്ചിയോട് ഒരുപാട് തെറ്റുകൾ ചെയ്തു. അഹങ്കാരിയായിരുന്നു ഞാൻ. എന്തു വന്നാലും അവളുടെ പപ്പ കൂടെ ഉണ്ടെന്ന ധൈര്യം. അവൾ പറയുന്നതായിരുന്നു ശരി. ഞാനാ നിന്നോട് തെറ്റ് ചെയ്ത്. അവൾക്ക് ചേച്ചി ആരുമല്ല. എൻ്റെ ചേച്ചിയെ ഞാൻ തന്നെ ദ്രോഹിച്ചു. ചേച്ചിയോട് എങ്ങനെ മാപ്പറയണമെന്ന് എനിക്കറിയില്ല. ഓർക്കണം എന്നോട്. ആബേലിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അബിയിൽ നിന്ന് പ്രതികരണമൊന്നും കാണാതെ അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ അവൻ കാണുന്ന ചെറുചിരിയോടെ തന്നെ നോക്കിയിരിക്കുന്ന തന്റെ ചേച്ചിയായിരുന്നു. അവനവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു പോയി. അവനെ അവൾ ചേർത്ത് പിടിക്കുമ്പോൾ അവളുടെ കണ്ണുകൾക്കൊപ്പം ഹൃദയവും നിറഞ്ഞിരുന്നു. കാലം അവർക്കിടയിൽ തീർത്താഗ്രഹം ആ നിമിഷം അവർ രണ്ടുപേരും മറികടന്നിരുന്നു. അവന്റെ പ്രവൃത്തിയിൽ തോന്നിയിരുന്ന നീരസത്തിനും സങ്കടത്തിനുമെല്ലാം അവരുടെ രക്തത്തിനേക്കാൾ കട്ടിയുണ്ടായിരുന്നു. അഴികൾക്കിടയിലൂടെ പ്രത്യക്ഷപ്പെട്ട മുഖത്തേക്ക് അയാൾ നിർവികാരതയോടെ നോക്കി. എൻ്റെ ജീവനെടുക്കാൻ നോക്കിയിട്ടും മനസ്സുകൊണ്ട് നിങ്ങളെ ഞാൻ ന്യായീകരിക്കാൻ നോക്കിയിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് നിങ്ങളോട് പുച്ഛം തോന്നുന്നു. ആൽബർട്ട് സംശയത്തോടെ നോക്കി. എങ്ങനെ തോന്നിയിടോ ആ പാവ അമ്മ ഇങ്ങനെ ഉപേക്ഷിച്ചളയാ? സ്വന്തം അമ്മയെ പറ്റി എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ നിങ്ങൾ? അയാളുടെ മുഖത്ത് ദയനീയത നിറഞ്ഞു. അമ്മ, നിങ്ങളുടെ അമ്മ ഇപ്പം ജെന്നിയുടെ കൂടെയാ. നിങ്ങൾ കൊല്ലാൻ നോക്കിയ അതേ ജെന്നിഫർ ആന്റിയുടെ കൂടെ. പ്ലീസ്, എന്നുള്ള ദേഷ്യം അമ്മയോട് തീർക്കരുത്. എന്നെ പോലൊരു മകനുണ്ടായിപ്പോയതാ ആ പാവത്തിന്റെ നിർഭാഗ്യം. ആൽബർട്ടിന്റെ മുഖത്ത് സങ്കടം നിഴലിച്ചു. നാട്ടുകാരെല്ലാം പണ്ട് പറയായിരുന്നു ഇങ്ങനൊരു മകനെ കിട്ടിയ അമ്മയുടെ ഭാഗ്യെന്ന്. പെറ്റ തള്ളയുടെ വിഷമം കാണാതെ പ്രതികാരത്തിന് ഇറങ്ങിയിരിക്കുന്ന ഒരു മകൻ. പറയുമ്പോൾ അവരുടെ മുഖത്ത് ദേഷ്യമായിരുന്നു. പിന്നെ അമ്മയെ ദ്രോഹിക്കുന്നുള്ളൊരു പേടി വേണ്ട. അതിന് നിങ്ങളല്ല ബാക്കിയുള്ളവര്. പിന്നെ നിങ്ങൾ പറഞ്ഞൊരു കാര്യം ശരിയാ. അവൾ ആന്റണിയുടെ മകൾ തന്നെയാ. അയാളുടെ പാവത്തിന്റെ നല്ലൊരു പങ്ക് അവൾ അനുഭവിച്ചിട്ടുണ്ട്.
പക്ഷെ അവൾക്ക് നല്ലൊരു മനസ്സുണ്ട്. സ്വന്തം അമ്മയെ പോലെ തന്നെയാ നിങ്ങളുടെ അമ്മയോട് നോക്കുന്നു. അവളുടെ സ്വന്തം അമ്മ നിങ്ങളുടെ കുത്തിയേറ്റ് ശരീരം തളർന്ന് കിടക്കുന്നു. എന്നിട്ട് പോലും അവൾ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടില്ല. അവളുടെ അച്ഛൻ ചെയ്ത തെറ്റിന്റെ പാപങ്ങൾ അവൾ ഏറ്റെടുത്ത് അവൾ കഴിയുന്ന പോലെ പ്രായശ്ചിത്തം ചെയ്യുന്നുണ്ട്. എന്തൊരു വിചിത്രമായ കാര്യമാണ്. ഒരു സിനിമാ കഥ വലിയ തരത്തിലൊരു കഥ. അത് പറഞ്ഞ് അഭിയെ നിർത്തി ശേഷം ആൽബർട്ടിനെ നോക്കി. താൻ ഇടയ്ക്ക് അമ്മയെ പോയി ഒന്ന് കാണൂ. നിറഞ്ഞു വന്ന കണ്ണുകളാൽ അവൻ അവളോട് ചോദിച്ചു. താൻ എൻ്റെ അമ്മയെ ദ്രോഹിച്ചിട്ടില്ലെന്നുള്ളത് ഈ വിശ്വാസമാണ്. അതിനുത്തരമായി അവളൊന്ന് പുഞ്ചിരിച്ചു. ശേഷം വീണ്ടും അവൾ ആൽബർട്ടിനോട് പറഞ്ഞു. മനസ്സിലെ പകയൊക്കെ കളഞ്ഞ് ആ അമ്മയുടെ പഴയ മകനായിട്ട് തിരിച്ചിരുന്ന് പ്രതീക്ഷിച്ചോട്ടെ ഞാൻ. അതിനുള്ള ഉത്തരമായി ആൽബർട്ട് അവൾക്കൊരു വരണ്ട ചിരി നൽകി. താൻ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ തീവ്രത ആൽബർട്ടിനെ നന്നായിട്ട് അറിയാമായിരുന്നു. ഇനി തനിക്ക് ഇങ്ങനെയൊരു നാളുകൾ ഉണ്ടാവുമോ എന്നറിയില്ല. അവൻ അമ്മയുടെ ആ പഴയ മകനായി ഒതുങ്ങാൻ തോന്നി. എന്നാൽ അമ്മയെ അവഗണിച്ച നാളുകൾ ഓർത്തപ്പോൾ താൻ അതിന് അർഹനല്ലെന്ന് ആൽബർട്ടിനെ തോന്നിയപ്പോൾ അറിയാതെ അവൻ്റെ തല താഴ്ന്നുപോയി. ഇതെങ്ങോട്ടേക്ക് പോകുന്നു? രാത്രിയിൽ തൻ്റെ കൈകൾ കൈകോർത്ത് പിടിച്ച് നടന്നു നീങ്ങുന്നവരെ നോക്കി അവൾ ചോദിച്ചു. ഒരു സ്ഥലത്തേക്ക്. അവൻ മറുപടി പറഞ്ഞു. അതെങ്ങോട്ടേക്കാണെന്ന് ചോദിച്ച്. ഇങ്ങോട്ട് വാടി. എന്നു രാത്രിയിൽ ആ പാട്ടുകാരൻ്റെ ആത്മാവിന് മാത്രം നോക്കിയിരുന്നാൽ മതിയോ? അവനത് ചോദിച്ചതും അവൾ ഒന്നും മനസ്സിലാവാതെ അവനൊപ്പം നടന്നു. ആ വീടിന്റെ ഗേറ്റിന് മുമ്പിലെത്തിയപ്പോൾ അവൾ വിടർന്ന കണ്ണുകളോടെ ജോനാഥനെ നോക്കി. ഓർമ്മയുണ്ടോ? അവൻ ചെറിയ ചിരിയോട് അവളോട് ചോദിച്ചു. പിന്നില്ലാതെ, നമ്മൾ ആദ്യമായിട്ട് കണ്ട് ഇവിടെ വെച്ചിട്ടല്ലേ? നമ്മളല്ല, നീ എന്നെ ആദ്യമായിട്ട് കണ്ട് ഇവിടെ വെച്ചിട്ടാ. പക്ഷെ ഞാൻ നിന്നെ കണ്ടത് ആ സെമിത്തേരിൽ വെച്ച്. ജോനാഥൻ അവളെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി. അന്ന് കണ്ട അന്ധകാരം നിറഞ്ഞ വീടായിരുന്നില്ല ആ വീട്. ആ ചുമരുകളിൽ പുതിയ ചായ സ്ഥാനം പിടിച്ചിരിക്കുന്നു. പ്രകാശത്തെ ചുമന്നുകൊണ്ട് ബൾബുകൾ. എന്നെ മറ്റൊരു സ്വപ്നമായിരുന്നു അബി. നഷ്ടപ്പെട്ടു പോയ മ്യൂസിക് ഷോപ്പ്. മ്യൂസിക് ഓഫ് സോൾ, ആത്മാവിന്റെ സംഗീതം. അകത്ത് പലതരം സംഗീതോപകരണങ്ങൾ അവിടെ ഇവിടെ ഇടം പിടിച്ചിരുന്നു. ജോൻ ഒരു പുസ്തകം അവൾക്ക് നേരെ നീട്ടി. ആ പുസ്തകത്തിന്റെ കവർ പേജിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആത്മാവിന്റെ സംഗീതം. ഇതായിരുന്നു അന്ന് താൻ ആ മുറിയിൽ കണ്ടത്. ഇത് വെറുമൊരു കഥയല്ല പെണ്ണേ, എൻ്റെ ജീവിതം തന്നെയാ. തങ്ങൾ ജീവിച്ചിരുന്ന സ്വന്തം മകന് കൂടുതൽ നഷ്ടങ്ങളുണ്ടാവുമെന്ന് കരുതി ജീവൻ വെടിഞ്ഞ രണ്ട് ആത്മാക്കളുടെ കഥ. ഈ ബുക്കിനൊരു പതിപ്പേ ഉള്ളൂ. ഒരേ ഒരു വായനക്കാരിയും, നീ മാത്രം. പിന്നീട് അവർക്കിടയിൽ മൗനം സംസാരിച്ചുകൊണ്ടിരുന്നു. അബി, നീ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇൻസ്ട്രുമെന്റ് പറയും, ഐശ്വര്യമായിട്ട് ഇനി അങ്ങ് തുടങ്ങിക്കളയാം. പറഞ്ഞത് അവളുടെ വിരലുകൾ നീണ്ടിടത്തേക്ക് ജോനാഥൻ നോക്കി. ഫ്ലൂട്ട്? അവൻ ആവേശത്തോടെ പറഞ്ഞു. വല്ലാത്തൊരു ഇഷ്ടം തനിക്ക് എന്നും വേണുനാഥത്തിനോട്. അവൻ്റെ ശ്വാസം സംഗീതമായി ഒഴുകിയത് അവളുടെ ഹൃദയത്തിലേക്കായിരുന്നു. ഒരേ താളത്തിൽ അവരുടെ ആത്മാവ് സംഗീതം പൊഴിച്ചുകൊണ്ടിരുന്നു. തൻ്റെ ആത്മാവെന്ന് കരുതിയ സംഗീതവും ഇന്നൊരുവളുടെ ഹൃദയത്തുടിപ്പുമായി അലിഞ്ഞു ചേർന്നിരിക്കുന്നു.